നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര രുക്മിണീവല്ലഭ ഭഗവാനെ. ഭഗവാന്റെയും രുക്മിണിയുടെയും വിവാഹ മഹോത്സവം പറഞ്ഞാണ് കഴിഞ്ഞ ഭാഗം നിർത്തിയത്. രുക്മിണി ജീവനാണെന്നും ഭഗവാൻ ബ്രഹ്മസ്വരൂപമാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിൻ്റെ വിസ്തരിച്ചുള്ള വിവരണം 60ാമത്തെ അധ്യായത്തിൽ ഭഗവാനും ദേവിയും തമ്മിലുള്ള സംവാദത്തിലാണ് വരിക. അതിനെ കർഹിജിത് അധ്യായം എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. കർഹിജിത് എന്ന് പറഞ്ഞ വാക്കോടെയാണ് ആ അധ്യായം തുടങ്ങുന്നത്. പൂന്താനം പണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലിരുന്ന് വായിക്കുമ്പോൾ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ചെന്നാൽ അദ്ദേഹം ബുക്ക് മാർക്ക് വയ്ക്കും പുസ്തകത്തിൽ. പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ കർഹിജിത് അധ്യായത്തിൽ ബുക്ക് മാർക്ക് ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു ശുദ്ധപ്രകൃതി ആയതുകൊണ്ട് വീണ്ടും വായിക്കും. അന്നും കുറേ ദൂരം ചെന്നിട്ട് ബുക്ക് മാർക്ക് വയ്ക്കും, പിന്നെയും തിരിച്ചു വരും, അതവിടെ ഉണ്ടാവും. ഇങ്ങനെ അനവധി ദിവസം ഇതായപ്പോൾ അദ്ദേഹത്തിന് ഇതെന്തോ ശരിയല്ലായ്മ തോന്നി. അപ്പോൾ ശ്രീപാർവതി ഭഗവാനോട് ചോദിക്കുക, എത്ര എന്തിനാ പാവത്തിനെ ബുദ്ധിമുട്ടിക്കണം ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞത്ര, അല്ല പൂന്താന കർഹിജിത് വായിക്കുന്ന കേൾക്കാനുള്ള സന്തോഷം കൊണ്ടാണ്. നമ്മളതിനെ വെറും ഒരു ഭക്തിയുടെ കഥയായിട്ടാണ് എടുക്കാറ്. വാസ്തവത്തിൽ മഹാദേവൻ ശുദ്ധബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ നിലനിർത്തേണ്ട അല്ലെങ്കിൽ ബ്രഹ്മബോധം നിലനിർത്തേണ്ടതിനെക്കുറിച്ചുള്ള ഏത് ഭാഗവും പ്രിയപ്പെട്ടതായിരിക്കും. ഞാൻ 1ാമത്തെയോ 2ാമത്തെയോ ദിവസം പറഞ്ഞു, മഹാദേവൻ ജപിക്കുന്ന രാമനാമം എന്ന് പറഞ്ഞാൽ അത് ദശരഥപുത്രൻ ആയിട്ടുള്ള നാരായണൻ്റെ അവതാരമായിട്ടുള്ള രാമൻ എന്ന അർത്ഥം മാത്രമല്ല, ബ്രഹ്മശബ്ദമാണ് രാമശബ്ദം. ദശരഥൻ തൻ്റെ ആദ്യത്തെ മകന് ആ പേരിട്ടു എന്ന് മാത്രം. ഭഗവാൻ തൻ്റെ ഒരു നാമത്തിനെ ആ ജന്മത്തിൽ സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. അതൊരു വിശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഈ നാമം വേറെ 2 പേർക്കുണ്ട്. പരശുരാമനും ഈ പേരുണ്ട്, രാമൻ എന്നാ പേര്. വേറെ പരശു എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വിശേഷമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. രാമൻ എന്നാ പേരിട്ട്. ബലഭദ്രസ്വാമിക്കും രാമൻ എന്നാണ് പേരിട്ട്. അപ്പോൾ അവർക്കൊക്കെ രാമനാമം, ഈ ബ്രഹ്മനാമമാണ് രാമനാമം. അങ്ങനെ ഭഗവാന്റെ ഈ വിസ്തരിച്ചിട്ടുള്ള ലീലാകഥകളിൽ രുക്മിണിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് പ്രദ്യുമ്നൻ്റെ ജനനമാണ്. പ്രദ്യുമ്ന ജനനം വാസ്തവത്തിൽ ഇതേപോലെ തന്നെ ഒരുപാട് അന്തരാർത്ഥങ്ങളുള്ളതാണ്. ഞാൻ ബാണയുദ്ധം വിസ്തരിക്കില്ല, പക്ഷേ പ്രദ്യുമ്നൻ്റെ ജനനം തൊട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രോഗ്രഷൻ മനസ്സിലാവില്ല. കാരണം ഇന്ന് വൈകുന്നേരം നമ്മൾ കുചേലോഖ്യാനത്തിലാണ് നിർത്തുക. നാളെ അവസാന ദിവസം ഭാഗവതത്തിൻ്റെ ക്രീമാണ്, ഉദ്ധവോപദേശമാണ്. വാസ്തവത്തിൽ ഉദ്ധവോപദേശം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള സ്കന്ധമൊക്കെ എഴുതിയതെന്നാണ് തോന്നുക. ഉദ്ധവോപദേശം ഭഗവാൻ സ്വയം പറയണത്. നമ്മൾ ഇത്രയും ദിവസം എത്രയോ പേരുടെ ഉപദേശങ്ങളൊക്കെ കേട്ടു. ഭഗവാൻ ഇത്രയും ദിവസമായിട്ട് ഉപദേശങ്ങളൊന്നും തന്നിട്ടില്ല. ഇത് ഭഗവാൻ തന്നെ ഉപദേശിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അധ്യായം 55 പ്രദ്യുമ്നനെ കുറിച്ചിട്ടുള്ള 2 ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് കയറാം. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലംകൃതമുഖാംബോജം നീലവക്രാളകാലിഭി കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീദാ നിലില്യുസ്തത്ര തത്ര. മേഘശ്യാമളനും പീതാംബരം ധരിച്ചവനും ദീർഘബാഹു, ഇളം ചുവപ്പുള്ള കണ്ണുകളോടുകൂടിയവൻ, മനോഹരമായിട്ട് എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ, പ്രസന്നനായിട്ടുള്ള മുഖത്തോടു കൂടിയവൻ, നീല നിറമുള്ള സുന്ദരങ്ങളായിട്ടുള്ള മുടിച്ചുരുളുകൾ, അട്ടി നീലയാണ്, അത് കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ അതിമനോഹരമായിട്ടുള്ള മുഖാരവിന്ദത്തോടു കൂടിയവൻ. ഇടയ്ക്കിങ്ങനെ ഭഗവാനും അതെ, മുഖത്തേക്ക് മുടി ഇങ്ങനെ ഇടയ്ക്ക് വീഴും. അത് കാണുമ്പോൾ താമരപ്പൂവിൻ്റെ മുകളിൽ വണ്ട് വീണ് കിടക്കണ പോലെ എന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് അതിനെടുത്ത് മാറ്റും. ഭഗവാൻ എപ്പോഴും ഈ മുടിയുടെ ചുരുളുകൾ ഇങ്ങനെ അലസമായിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് ഭാഗവതത്തിലുടനീളം കാണാം. പ്രദ്യുമ്നൻ അതേപോലെ ആ പ്രദ്യുമ്നനെ കണ്ടിട്ട് കൃഷ്ണം മത്വാ സ്ത്രീയോ,
കൃഷ്ണനാണെന്ന് വിചാരിച്ചു എന്ന്. ഭഗവാന്റെ തേജസ് വർദ്ധിച്ച് വരുമ്പോൾ വ്യക്തികളിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഇത് സ്വന്തം മകനാണ്. അപ്പം ഭഗവാന്റെ മകനാണ്, അത് കൃഷ്ണനാണെന്ന് പുരസ്ത്രീകൾ വിചാരിച്ചിട്ട് അവർ ലജ്ജിതരായിട്ട് മറഞ്ഞൊക്കെ നിന്ന് നോക്കിയെന്ന്. ആദ്യമായിട്ട് പ്രദ്യുമ്നനെ കണ്ടപ്പോൾ അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? പ്രദ്യുമ്നനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ കൊച്ചു കുഞ്ഞായിട്ടല്ലേ കണ്ട്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഭാഗവതം പറയുന്നു. ജീവവും ബ്രഹ്മവും ചേർന്ന് കഴിഞ്ഞാൽ അവരിതങ്ങനെ വിവാഹം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പുത്രൻ എന്തായിരിക്കും? ജീവബ്രഹ്മൈക്യത്തിൽ നിന്ന് ഉണ്ടാവുന്നത് ആനന്ദമാണ് പ്രദ്യുമ്നൻ. അത് ഭഗവാന്റെ ചതുർവ്യൂഹ സമ്പ്രദായത്തിലും പ്രദ്യുമ്നൻ പ്രതിനിധീകരിക്കുന്നത് ആനന്ദത്തെയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ അനിരുദ്ധം പ്രതിനിധീകരിക്കുന്നത് തുരീയാവസ്ഥയാണ്, 4ാമത്തെ സ്റ്റേറ്റിനാണ്. എന്താണോ ഗായത്രി ഓം ഭൂർഭുവ സ്വഹ, ഭൂർഭുവ സ്വഹ എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സമാധിര അവസ്ഥയാണ് തുരീയം. ആ തുരീയം അത് കഴിഞ്ഞാൽ പിന്നെ തുര്യാതീതം എന്നും പറഞ്ഞിട്ടൊരവസ്ഥയുണ്ട്, അതിൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ആ തുരീയം എന്ന് പറയുന്ന സമാധിയുടെ അവസ്ഥ, ആ അവസ്ഥയെ ചതുർവ്യൂഹ സമ്പ്രദായത്തിൽ അനിരുദ്ധനാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ചതുർവ്യൂഹം, ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി എന്നൊക്കെ ജപിക്കുന്നുണ്ട്. ആരും അർത്ഥം അന്വേഷിച്ച് പോകാറില്ല അല്ലേ? അവിടെയാണ് ഈ പ്രശ്നം പറ്റണം. അപ്പോൾ അത് അന്വേഷിക്കണം. ആ അനിരുദ്ധൻ്റെ ജനനത്തിന് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് പ്രദ്യുമ്നൻ്റെ ജനനത്തിലേക്ക് വരാം. സീമന്തപുത്രനായിട്ടാണ് ജനിച്ചത്. രുക്മിണിയിൽ ഭഗവാനുണ്ടായ ആദ്യ സന്താനമാണ്. പ്രദ്യുമ്നനെ പ്രസവിച്ച് 10 ദിവസം പ്രായമാകുന്നതിന് മുമ്പ് ആ ശിശു തൻ്റെ പൂർവ്വവൈരിയായിട്ടുള്ള കാമദേവനാണെന്നറിഞ്ഞ ശമ്പരാസുരൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കടലിലെറിഞ്ഞിട്ട് വാസസ്ഥലത്തേക്ക് പോയി. അതായത് നമ്മൾക്ക് ആത്മാനന്ദത്തിൻ്റെ പ്രാപ്തി ഉണ്ടായാലും എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം വന്നു പോയാൽ അത് ശമ്പരാസുരൻ്റെ രൂപത്തിൽ വരും. ആ ആനന്ദത്തിനെ അതെടുത്ത് കൊണ്ടുപോയിട്ട് സംസാരക്കടലിൽ വലിച്ചെറിയും. എന്തോ ഭാഗ്യത്തിന് ഒരു വലിയ മീൻ ഈ കുട്ടിയെ വിഴുങ്ങി. അതിനെ ഒരു മുക്കുവന് കിട്ടി. അവൻ അതിനെ നല്ല മീനായതുകൊണ്ട് രാജാവിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇതേ ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തു രാജാവിന്. അവനത് അടുക്കളക്കാരിക്ക് കൊടുത്തു. മായാവതി എന്ന് പറയുന്ന അടുക്കളക്കാരിയാണ് അവിടെ പാചകക്കാരി. അപ്പോൾ അവൾ വാസ്തവത്തിൽ പണ്ട് മഹാദേവൻ ദഹിപ്പിച്ച കാമൻ്റെ ഭാര്യയായിട്ടുള്ള രതി തന്നെ ഭർത്താവിൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പുത്രനായി ജനിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടെ അടുക്കളക്കാരിയായിട്ട് ജീവിക്കണം. അവളുടെ കയ്യിൽ തന്നെ ഇത് കൊടുത്ത് അവളിത് കീറി നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് കിടക്കണു, ജീവനോട് കൂടിയിട്ട് ഭയങ്കര തേജസ്സുള്ളൊരു കുഞ്ഞ്. അതിനെ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി. ആ സമയത്ത് സർവ്വസാക്ഷിയായിട്ടുള്ള നാരദ മഹർഷി അടുക്കളയിൽ പ്രത്യക്ഷപ്പെട്ടു. മീൻ നേരാക്കണം അവിടെ. എന്താ വരാൻ പാടില്ലേ? സാക്ഷിക്ക് അവിടെ വേണമെങ്കിൽ വരാമല്ലോ. സാക്ഷിക്ക് അവിടെ വേണമെങ്കിൽ വരാം. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറയും ആ കുട്ടി ആരാണെന്നും ഏത് തരത്തിലാണ് അത് മത്സ്യത്തിൻ്റെ വൈറലായതെന്നൊക്കെ വിവരമൊക്കെ പറഞ്ഞു കൊടുക്കും. മായാവതിക്ക് ഇത് കേട്ടതോട് കൂടിയിട്ട് വളരെ സന്തോഷമുണ്ടായി. ആ മത്സ്യക്കുഞ്ഞിനെ തൻ്റെ ഭർത്താവ് കാമദേവനാണെന്ന് അറിഞ്ഞിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് പരിചരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ പ്രദ്യുമ്നൻ വളർന്ന് യൗവനത്തിനെ പ്രാപിച്ചു. കാണുന്ന സ്ത്രീകൾക്കൊക്കെ ഭഗവാനോട് തോന്നുന്ന പോലുള്ള ആകർഷണം പ്രദ്യുമ്നോടും തോന്നാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം യോഗമാർഗത്തിലും മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുമ്പോൾ ആനന്ദം അനുഭവപ്പെടും. അതിന് ചില സിദ്ധികളുണ്ടാവും. സിദ്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? യോഗികൾക്ക് പല ഇച്ഛകളുണ്ടാവും. എനിക്കത് സാധിക്കണം, ഇത് സാധിക്കണം എന്നൊക്കെ തോന്നും. ഇവിടെ മായാവതി യോഗികളുടെ സിമ്പിളാണ്. യോഗികൾക്ക് ആനന്ദം ലഭിക്കുമ്പോൾ അവർ ആ ആനന്ദത്തിനെ വെച്ചിട്ട് അതിൽ മുഴുകിയിരിക്കുന്നതിന് പകരം എനിക്ക് ആകാശത്ത് പറക്കണം, എനിക്ക് മണ്ണ് വാരിയിട്ട് സ്വർണ്ണമാക്കണം, ലഡ്ഡുപൊടിയാക്കണം, അല്ലേ, ബൂന്തിയാക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയുള്ള തോന്നലുകളെയൊക്കെ മായാവതി പ്രതിനിധീകരിക്കണം. ആ ദേവി പ്രദ്യുമ്നൻ്റെ അടുത്ത് പ്രണയത്തോട് കൂടിയിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ പ്രദ്യുമ്നൻ ആകെ കൺഫ്യൂഷനായി. തന്നെ വളർത്തിയ സ്ത്രീയാണ്. അപ്പോൾ അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണ പ്രേമപൂർവ്വം എന്ന് ചോദിക്കുമ്പോഴാണ് പ്രദ്യുമ്നൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ ആരാണെന്നും മായാവതി തുറന്നു പറയണം. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ശമ്പരനെ, ഞാൻ അങ്ങയുടെ ധർമ്മപത്നിയായിട്ടുള്ള രതിയാണ്, ഈ ശമ്പരനെ മോഹനം എന്ന പേരോട് കൂടിയിട്ടുള്ള സിദ്ധി മായ കൊണ്ട് വധിച്ചിട്ട് കുട്ടിയെ കാണാതെ വ്യാകുലപ്പെടുന്ന ആ തള്ളപ്പശു എങ്ങനെ കരയണോ അതുമാതിരി രുക്മിണി ഇരുന്ന് കരയുന്നുണ്ട് ദ്വാരകയിൽ. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പ്രദ്യുമ്നനെ പ്രചോദിപ്പിക്കണു ശമ്പരനെ വധിക്കാൻ. അതായത് ആനന്ദരൂപമായിട്ടുള്ള ആ യോഗിക്ക് സാധനയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യോഗി അഥവാ പ്രദ്യുമ്നൻ ആ വ്യക്തിക്ക് ആത്മരതി കൊണ്ട് അവനവനിൽ തന്നെ ആത്മാരാമനായിട്ട് ഇരുന്നു കൊണ്ട് വീണ്ടും നമുക്ക് ഇപ്പം എങ്ങനെയാണ് യുഗളഗീതം പാടിയത്? യുഗളഗീതം ചെയ്തതിൻ്റെ വീണ്ടും ഒരാവർത്തനം. യുഗളഗീതം എന്താ? രാസക്രീഡയുടെ
സൗഖ്യം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പകൽ നേരങ്ങളിൽ സംസാരത്തിലെ വിഷയങ്ങൾ നമ്മളെ സ്പർശിക്കുമ്പോൾ ചെല്ലുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ പ്രദ്യുമ്നനിൽ കൂടെ വീണ്ടും ആനന്ദം എങ്ങനെയാണ് അതിൻ്റെ തത്സ്വരൂപത്തെ തിരിച്ചെടുക്കുന്നത് എന്ന് പറയുന്നു. ആ രതിയുടെ സഹായം, അവിടെ രതിയുടെ സഹായം പറഞ്ഞാൽ ആത്മരതി, അവനവനിൽ. അത് നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യണമായിട്ടുള്ള നാർസിസിസം അല്ല. നാർസിസിസ്റ്റ് എന്ന് പറയും, അവനവൻ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ആൾക്കാരെ നമ്മൾ ജീവിതത്തിൽ കാണും. അവർക്ക് മാത്രം ഭക്ഷണം, അവർക്ക് മാത്രം അണിഞ്ഞൊരുങ്ങിയാൽ മതി, അങ്ങനെയൊക്കെ അനവധി എന്താ പറയുക ഭാവങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ ഈ ആത്മരതി കൊണ്ട് വിഘ്നം നീക്കാൻ കഴിയുന്നു. അങ്ങനെ ചെയ്യാതെ ജീവബ്രഹ്മത്തിൻ്റെ സുഖം കിട്ടില്ല എന്നും മനസ്സിലാക്കുകയാണ്. എന്താണെങ്കിലും ഈ മായാവതി ഈ പ്രദ്യുമ്നനെ എല്ലാ മായകളെയും ജയിക്കുന്ന മഹാമായ എന്ന് പറഞ്ഞ വിദ്യ അഭ്യസിപ്പിച്ചു. കാരണം കാമദേവനാണല്ലോ മായയുടെ ഏറ്റവും വലിയ ആൾ. അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് ഈ രതി. രതിയാണ് കാമദേവനെ പവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഏറ്റവും വലിയ മായാവിദ്യ അറിയാം. അത് അദ്ദേഹത്തെ പഠിപ്പിച്ചു. ശമ്പരനെ പ്രദ്യുമ്നൻ ചെന്നിട്ട് അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് പോരിന് വിളിച്ചു. യുദ്ധം തുടങ്ങി. ശമ്പരനെ ഗദ കൊണ്ട് പ്രദ്യുമ്നൻ അടിച്ചു തകർത്തു. ഗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശരിക്കും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഗദയാണ്, സുദർശനമല്ല. സുദർശനം സമ്യക് ദർശനം എന്നാണ്, ആയുധം ഗദയാണ്. കൗമോദകി എന്ന് പറഞ്ഞാൽ ഗദ കൊണ്ടാണ്. ഭഗവാൻ അറ്റ കൈക്ക് ഗദ എടുക്കുള്ളൂ. നമ്മളത് ശ്രദ്ധിച്ചാൽ കാണാം. പുരാണങ്ങളിലൊക്കെ അധികം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന് പ്രാമുഖ്യമില്ല എന്നല്ല അർത്ഥം. അത് ഏറ്റവും അറ്റ കൈക്ക് എടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് അത്ര ഭയങ്കരമാണ്. ഭട്ടരിപ്പാടി നാരായണീയത്തിൽ പല സ്ഥലത്തും എൻ്റെ രോഗം മാറ്റണേ എന്നുള്ളതിന് രോഗത്തിന് ഗദ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാം ഗദ എന്ന് പറയുന്നുണ്ട്. ഗദ എന്ന് പറഞ്ഞാൽ പ്രാണതത്വം, പ്രാണനാണ്, ശ്വാസത്തിൻ്റെ കളിയത്. അതായത് എന്താണോ ശ്വാസത്തിൻ്റെ കളിയായിട്ടുള്ള പാശുപതാസ്ത്രം, അതേ തത്വത്തിലാണ് ഭഗവാന്റെ കൗമോദകി എന്ന് പറയുന്ന ഗദയും ഇരിക്കണത്. ആ ഗദ വെച്ചിട്ട് പ്രാണനെ കൊണ്ട് ശമ്പരാസുരൻ എന്ന് പറഞ്ഞ മായ അടിച്ചു തകർത്ത് യോഗി പ്രാണായാമം കൊണ്ടും പ്രാണവിദ്യ കൊണ്ടും സ്വായത്താക്കിയിട്ട് എങ്ങനെയാണ് വീണ്ടും ബ്രഹ്മമാർഗത്തിലേക്ക് വരേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പല 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 എക്സാമ്പിളുകളിൽ പറഞ്ഞത് വീണ്ടും പരീക്ഷത്തിന് ശുഗമഹർഷി ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവർ ആകാശഗമന വിദ്യ ഉപയോഗിച്ചിട്ട് ആകാശമാർഗേന ദ്വാരകയിലെത്തിയിട്ട് നേരെ വന്ന് ഭഗവാന്റെ അന്തഃപുരത്തിൽ ഇറങ്ങി. അന്തഃപുരത്തിൽ ഇറങ്ങിയപ്പോൾ ആത്മാവിൽ വീണ്ടും ആനന്ദമുണ്ടായി. കാരണം മായയെ ജയിച്ചിട്ട് വന്നു. അവർ വീണ്ടും വന്നിരിക്കുക. പ്രദ്യുമ്നനെ കണ്ട മാത്രയിൽ രുക്മിണിക്ക് തൻ്റെ നഷ്ടപ്പെട്ട മകനെ ഓർമ്മ വന്നു. നെഞ്ചൊക്കെ വെങ്ങി പാവം. കുട്ടിയെ പ്രസവിച്ച് 10-ാം ദിവസം കാണാണ്ടായി പോയതാണ്. ഇപ്പം 10-28 വയസ്സായിട്ടാണ് വന്ന് നിൽക്കുന്നതാണ്. വർഷങ്ങൾ കടന്നു കഴിഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഭഗവാനെ വാർത്തു വെച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുക. ആ സമയമാകുമ്പോഴേക്കും വസുദേവരും ദേവകിയും ബലരാമനും ഭഗവാൻ തന്നെ അവിടെ വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഭഗവാൻ മാത്രം ഒന്നും അറിയാത്ത മാതിരി വളരെ കൂളായിട്ട് ഒന്നും മിണ്ടാതെ അവിടെ മാറി നിന്നു. ആ സമയത്ത് നാരദൻ അവിടെ വരികയും, കാരണം ഭഗവാൻ അത്തരം സന്ദർഭങ്ങളിൽ വന്നിട്ട് അങ്ങനെ എങ്ങനെ ഇതാണ് നടന്നതെന്നൊന്നും ഈശ്വരൻ പറയില്ല. ഈശ്വരൻ്റെ രീതി അതാണ്. ഈശ്വരൻ ഒന്നും ഇടപെടില്ല. സാക്ഷി വന്നിട്ട് പറയണം. നാരദൻ അവിടെ വന്നിട്ട് ഈ കഥയൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും എന്താ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ഈ സാക്ഷിയുടെ ജോലി അതാ. അങ്ങനെ പ്രദ്യുമ്ന രൂപിയായിട്ടുള്ള ആനന്ദത്തിൻ്റെ സാന്നിധ്യത്തിൽ ദ്വാരകയിൽ എല്ലായിടത്തും ആനന്ദം വ്യാപിച്ചു. എല്ലാ അമ്മമാരിലും പ്രദ്യുമ്നനെ മകനായിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ ആനന്ദത്തിനെ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട്, ആനന്ദമാണ് ജീവബ്രഹ്മൈക്യത്തിൽ ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ആനന്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി തേജസ് ഉണ്ടാവും. സാധനയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കറുത്ത ആളോ വെളുത്ത ആളോ ബ്രൗൺ ആളോ ചുവന്ന ആളോ എന്തായിക്കോട്ടെ, തേജസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് വെളുത്ത നിറമല്ല. ചിലർ പറയും തേജസ് എന്നുള്ളത് വെളുത്ത നിറമുള്ളവരാണ് തേജസ്. തേജസ് അതേ അല്ല. തേജസ് നമുക്ക് കണ്ണിലാ കാണാൻ പറ്റുക. ഓറാന്ന് പറയും. അപ്പോൾ ചില വ്യക്തികൾ ഒരു മുറിയിലേക്ക് കയറി വന്നാൽ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. ചിലരെ ദൂരത്ത് നിന്ന് കണ്ടാൽ തന്നെ വരുന്നുണ്ട് എന്ന് പറയും. പാവം അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കണത്. മനസ്സിലായില്ലേ? അതായത് വെൻ യു ആർ കോൺഫ്രണ്ടഡ് വിത്ത് ദ ട്രൂത്ത് യു ഈദർ റൺ അവേ, ഹൗൾ ഓർ ലാഫ് എന്നാണ്. അപ്പം തേജസ്സിനെ പറ്റിയുള്ള കഥയാണ് ഇനി വരുന്നത്. ജീവബ്രഹ്മയ്ക്ക് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തേജസ് ഉണ്ടാവും. പല പ്രകാരത്തിലുള്ള തേജസ്. തേജസ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് സൂര്യനെ പോലെയാണ്. സൂര്യൻ്റെ പോലുള്ള തേജസ്സോടുകൂടിയിട്ട്. അതുകൊണ്ട് 65-ാമത്തെ അധ്യായത്തിൽ സൂര്യഭഗവാൻ സത്രാജിത്തിൻ്റെ ഭക്തിയിൽ പ്രസന്നനായിട്ട് അയാൾക്ക് സെവന്തകം എന്ന് പറഞ്ഞൊരു രത്നം കൊടുക്കുന്നു.
ആ രത്നം കഴുത്തി ധരിച്ചാൽ സൂര്യനെപ്പോലെ തേജസ്വിയായിട്ടുള്ള സത്രാജിത്ത് ദ്വാരകയിൽ കൂടെ സഞ്ചരിക്കണ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ആകാശത്ത് സൂര്യനെ കണ്ട് ഉച്ച നേരത്തെ ഇതേ വേറൊരു സൂര്യൻ രാഷ്ട്രാപ്പേട്ട് റോട്ടിൽ കൂടെ നടന്നു പോകണം, ഇതേതാണ് ഈ സൂര്യൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചെന്നിട്ട് ഭഗവാനെ ഇറങ്ങി, ഭഗവാനെ ഈ 3 ലോകങ്ങളിലും അങ്ങ് എവിടെയാണ് ഒളിച്ചിരിക്കണമെന്നറിയാൻ സൂര്യൻ എന്താ ഭൂമിയിൽ ഇറങ്ങിയിട്ട് വീട് അന്വേഷിച്ച് നടക്കേണ്ടത് എന്ന് പറയും സത്രാജിത്തിനെ കണ്ടിട്ട്. അപ്പോൾ സൂര്യശബ്ദം കൊണ്ട് ജ്ഞാനം എന്നർത്ഥമാക്കണം. ധ്യാനിക്കുന്ന സമയത്ത് ധ്യാനം ഉറച്ചു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് തേജസ്സാണ്. ഫസ്റ്റ് തേജസ്സാണ് കാണുക. ആദ്യം ഇരുട്ടായിരിക്കും, കണ്ണടച്ചിരുന്ന ഭഗവാന്റെ രൂപമൊക്കെ കിട്ടുന്ന ഫുള്ളി ഇരുട്ടാണ് കാണുക. ഇതേ അവസ്ഥ ഇനി സന്താനോപാനത്തിൽ ലോകാലോക പർവ്വതം നടക്കുമ്പോൾ വരും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പോഴാണ് വെളിച്ചം കാണുന്നത്. ധ്യാനമാണ്. ധ്യാനത്തിൽ സാധകൻ എന്ത് കാണണോ അതാണ് സന്താനോപാനം കഥ. അത് മക്കളുണ്ടാക്കാനുള്ള കഥയല്ല അത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ആദ്യം കാണുന്ന തേജസ്, ധ്യാനത്തിൻ്റെ സമയത്ത് ആദ്യം കാണുന്ന തേജസ് എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടുള്ള ആത്മാവിൻ്റെ അല്ല, അത് ചിത്തത്തിൻ്റെ ഏകാഗ്രത കൊണ്ട് കാണുന്ന വിജ്ഞാനമയ കോശത്തിൻ്റെ വെളിച്ചമാണ്. ഈ വിജ്ഞാനമയ കോശമാണ് ധ്രുവൻ്റെ അച്ഛൻ ഉത്താനപാദൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് അന്നമയ കോശം പ്രാണമയ കോശം ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയിട്ട് വീണ്ടും കേൾക്കുക. അപ്പോൾ അത് വരും. അങ്ങനെ ആ വിജ്ഞാനമയ കോശം, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമം വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞേനെ, അത്രേ ഉള്ളൂ. സത്രാജിത്ത് തൻ്റെ ഗൃഹത്തിൽ ഒരു പ്രത്യേകം മന്ദിരം ഉണ്ടാക്കിയിട്ടൊരു പൂജാമുറി തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സമന്തകത്തിനെ വെച്ചിട്ട് പൂജിക്കാൻ തുടങ്ങി. ആ മണി വളരെ വിശേഷമായിരുന്നു. ദിവസം 8 ഭാരം സ്വർണം വീതം കൊടുക്കും. 8 ഭാരം സ്വർണം വീതം കൊടുക്കും. ഞാൻ ഇപ്പോൾ അവിടെ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നാണല്ലോ സമന്തകം വരണമെന്ന് ആലോചിച്ചുടനെ ഫോണിൽ മെസ്സേജ് വന്നു, ഡിസ്കൗണ്ട് സെയിൽ കല്യാൺ ജ്വല്ലേഴ്സ്. അപ്പോൾ 8 ഭാരം സ്വർണം വീതം ദിവസം തരുന്ന സമന്തകത്തിനെ ആ മണി വെച്ച് പൂജിക്കുന്ന സ്ഥലത്ത് ദുർഭിക്ഷം, മഹാമാരി, ഗ്രഹപീഡ, സർപ്പഭയം തുടങ്ങിയതൊന്നും വരില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള കല്യാൺ ജ്വല്ലറിയുടെ പല പരസ്യവും ചെയ്ത ആളും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അതേ വരുള്ളൂ. അപ്പോൾ സത്രാജിത്ത് ദ്വാരകയിൽ വന്നപ്പോൾ രാജാവായിട്ടുള്ള ഉഗ്രസേനന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ പോയിട്ട് ആ രത്നം ആവശ്യപ്പെട്ടു. സത്രാജിത്ത് അത് കൊടുത്തില്ല. അങ്ങനെ ഒരു ദിവസം സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനൻ ചേട്ടനോട് ചോദിക്കാറുണ്ട് ആ രത്നത്തിനെ കഴുത്തി കെട്ടിയിട്ട് കാട്ടിപ്പോയി നായാട്ടിന്. അവിടെ വെച്ചിട്ട് കുതിരയും പ്രസേനെ ഒരു സിംഹം കൊന്നു. സിംഹം സെവന്തിയും കൊണ്ടുപോകുന്ന സമയത്ത് ജാമ്പവാൻ വഴിയിൽ നിന്ന് കാണും. സിംഹത്തിനെ കൊന്നിട്ട് ആ സെവന്തം എടുത്തിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. ഈ സമയത്ത് സത്രാജിത്ത് അനിയനെ കാണാണ്ട വിഷമിക്കുകയും കൃഷ്ണൻ അനിയനെ കൊന്ന് സമന്തകം കട്ടു എന്ന് ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സംശയം നാട്ടിൽ പരക്കാൻ തുടങ്ങി. ഭഗവാനാണെങ്കിൽ ഇത് അറിഞ്ഞ ഉടനെ തന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എന്തു പറ്റി, നല്ല സംഗീതമൊക്കെ വരുന്നു. ഞാനിവിടെ ഒരു മരണ പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രസേനൻ്റെ ശവശരീരം ഭഗവാൻ കണ്ടെത്തും. തൊട്ടപ്പുറത്ത് കുറച്ച് മാറിയിട്ട് കുറച്ച് ദൂരെയായിട്ട് സിംഹവും ചത്തു കിടക്കണം കണ്ടു. ഭഗവാൻ വീണ്ടും അന്വേഷിച്ച് ചെന്ന് ഒരു ഗുഹയുടെ അവിടെ എത്തും. അപ്പോൾ എല്ലാവരെയും പുറത്ത് നിർത്തി ഭഗവാൻ ഏകനായിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കയറും. അതിൻ്റെ ഉള്ളിൽ അന്ധകാരമയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ആദ്യം തേജസ് അന്വേഷിച്ച് പോകുമ്പോൾ അന്ധകാരം ഉണ്ടാവുക. ആ ഗുഹയുടെ അകത്ത് അന്ധകാരത്തിനെ ആ വിധത്തിൽ വേണം. ആ അന്ധകാര ദശയിൽ പലപ്പോഴും നമുക്ക് തോന്നും എന്താ ഇപ്പോൾ ധ്യാനിച്ചിട്ട് കാര്യം എന്ന് തോന്നും. ചിലവർക്ക് തോന്നും അയ്യോ എനിക്കെന്തോ സംഭവിക്കുന്നു തോന്നും, തലയ്ക്ക് ഇരുട്ടാവണു, കണ്ണൊക്കെ ഇരുട്ടായി പോകണു, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ പലരും ധ്യാനപ്രക്രിയ ആ പകുതിക്ക് വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിക്കും. അത് ചെയ്യരുത്. പൂർവാധികം ശക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ധ്യാനത്തെ തുടരുമ്പോൾ തേജസ് കാണാറാവുന്നതാണ്. അപ്പോൾ ഗുഹയ്ക്ക് അത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെ വളഞ്ഞു വഴികളിൽ കൂടെ പോകുമ്പോൾ എവിടുന്നോ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട്. ഒരു അലൗകിക വെളിച്ചം. അപ്പോൾ ഭഗവാൻ മനസ്സിലായത് ആ രത്നത്തിൻ്റെ വെളിച്ച. അവിടെ ചെന്നപ്പോൾ ഒരു കുരങ്ങിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രത്നം വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ അടുത്ത് ചെന്നപ്പോൾ നോക്കുമ്പോൾ കുരങ്ങ് ഇന്നേവരെ കാണാത്ത ഒരാൾ, ഒരു പ്രത്യേക രൂപം, നല്ല ഡാർക്ക് ക്ലൗഡിൻ്റെ കളറുള്ള ഒരാൾ
അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. കുരങ്ങ് വാവിട്ട് നിലവിളിച്ചിട്ട് രത്നം ഇട്ടിട്ട് ഓടി. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് ജാമ്പവാൻ വന്നു. ജാമ്പവാൻ വന്നിട്ട് ജാമ്പവാന് ഭഗവാനെ മനസ്സിലായില്ല. അത് ഒരു മാംസക്കഷണത്തിന് എങ്ങനെയാണോ രണ്ട് കഴുകന്മാർ തമ്മിൽ പൊരുതോ അതുപോലെ രണ്ടുപേരും പൊരുതിയിട്ടുണ്ട്. ഭാഗവതത്തിൽ പറയണത് 28 ദിവസം യുദ്ധം ചെയ്തു. ജാമ്പവാൻ ക്ഷീണിച്ചു പോയി. ഭഗവാനെ കാത്ത് ഗുഹയുടെ പുറത്ത് നിന്നവരൊക്കെ തിരിച്ചു പോയി. ഭഗവാന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതിയിട്ട് അവരൊക്കെ പോയി. അവസാനം ഭഗവാൻ തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് ജാമ്പവാന് മനസ്സിലായി. ഭഗവാനെ കുറേ സ്തുതിച്ചു. ശ്രീരാമചന്ദ്രനായിട്ട് കണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ജാമ്പവാൻ തൻ്റെ തത്വത്തിനെ മനസ്സിലാക്കിയതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ച് ആ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി താൻ വന്നത് എന്തിനാന്ന് പറഞ്ഞപ്പോൾ ചോദിക്കേണ്ട താമസം രത്നം എടുത്ത് കൈ കൊടുത്തു ഭഗവാന്റെ. മാത്രമല്ല തേജസ്വിനിയായിട്ടുള്ള തൻ്റെ പുത്രി ജാമ്പവതിയെയും ഭഗവാന് കൊടുത്തു. സൂര്യൻ്റെ രൂപിയായിട്ടുള്ള ആത്മാവിൻ്റെ തേജസ്സാകണ സെമന്തകം ഹൃദയത്തിൻ്റെ ഗുഹയിലായിരിക്കുന്നത്. അത് ഭഗവാന്റെ സഹായം കൊണ്ടേ നമുക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ജാമ്പവാന്റെ ഗുഹാച്ച ഹൃദയ ഗുഹയാണ്. ഹൃദയ ഗുഹര മധ്യേ എന്ന് പറഞ്ഞല്ലേ തുടങ്ങണത് അല്ലേ? അതുകൊണ്ടാണ് സുബ്രഹ്മണ്യസ്വാമി എന്ത് വിളിക്കണത്? ഗുഹൻ. സുബ്രഹ്മണ്യസ്വാമിയെ ഗുഹൻ എന്ന് വിളിക്കാൻ കാരണമാണ് പശുവൃത്തിയായിട്ടുള്ള ജാമ്പവാനെ ജയിക്കാണ്ട് അത് കിട്ടില്ല. ഹൃദയഗുഹയുടെ ഉള്ളിൽ രത്നം ഇരിക്കേണ്ട പറഞ്ഞ കാര്യമില്ല. ആദ്യം നമ്മളിലുള്ള പശുഭാവത്തിനെ ജയിക്കണം, മൃഗീയ സ്വഭാവങ്ങളെ നമ്മൾ ജയിക്കണം. ആ ജാമ്പവാനെ ജയിച്ചാൽ ബ്രഹ്മസംബന്ധം ഉണ്ടാവും. അതിനെ കാണിക്കാൻ വീണ്ടും ജാമ്പവതിയുടെ വിവാഹം പറഞ്ഞിരിക്കുന്നു. ജാമ്പവതിയാണ് ഭഗവാന്റെ രണ്ടാമത്തെ പട്ടമഹിഷി. ആദ്യത്തെ ആൾ രുക്മിണിയാണ് ഭാഗവത പ്രകാരം. രണ്ടാമത്തെ ആൾ മഹാഭാരതത്തിൽ ഇവരാരുടെയും പേര് വരുന്നില്ല, സത്യഭാമ മാത്രമേ ഉള്ളൂ. ഗുഹയ്ക്ക് പുറത്ത് നിന്നിരുന്ന ആൾക്കാരൊക്കെ മടങ്ങിപ്പോയിരുന്നു. എല്ലാവരും വിചാരിച്ചു ഭഗവാൻ മരിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ എന്തോ സംഭവിച്ചു. ഒരു വീട്ടിലൊക്കെ എല്ലാവർക്കും രുക്മിണിയും വസുദേവരൊക്കെ കരിയ. സത്രജിത്തിനെ എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി. അങ്ങനെ കൃഷ്ണൻ്റെ തിരിച്ചു കിട്ടാൻ വേണ്ടി, ഭഗവാന്റെ ആയുസ്സിന് കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കാൻ വേണ്ടി അവർ ദുർഗയെ ഉപാസിക്കും. അപ്പോൾ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ട്, അതായത് ബ്രഹ്മജ്ഞാനം നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ ബ്രഹ്മജ്ഞാനത്തിന് തിരിച്ചു കിട്ടാൻ പ്രകൃതിയുടെ മായയാണ്, മഹാമായയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അപ്പോൾ എന്താ, ദേവി തൻ്റെ ശക്തി ഒന്ന് കുറച്ച് തരും. അതുകൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ കിട്ടും വീണ്ടും. അതങ്ങനെ മനസ്സിലാക്കിക്കൊള്ളാം. കാർത്തിയായനി വ്രതത്തിലും ഒക്കെ ഇതാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കൂടെ പറഞ്ഞു. അമ്മയെ തൊഴാനായിട്ട് രുക്മിണി പോണേൻ്റെ കാര്യം ഇത് തന്നെയായിരുന്നു. അവിടെയൊക്കെ ദേവി വരും. എവിടെയൊക്കെ നമുക്ക് പ്രകൃതിയെ ജയിക്കേണ്ടതുണ്ടോ, മായയെ ജയിക്കേണ്ടതുണ്ടോ, അവിടെ നമ്മൾ ദുർഗയെ പൂജിക്കും. അങ്ങനെ ദേവി പൂജയുടെ അവസാനത്തിൽ ഭഗവതി പ്രത്യക്ഷമായിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, അവൻ വന്നോളൂ എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തു. ആ പൂജ അവസാനിക്കണ സമയത്ത് ഭഗവാൻ സെമന്തകത്തോടും ജാമ്പവതിയോടും കൂടിയിട്ട് അവിടെ വന്നു. എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ നിരപരാധിത്വം പൊതുജന സമക്ഷം തെളിയിക്കണം. അതുകൊണ്ട് ഉഗ്രസേനൻ്റെ സഭയിലേക്ക് വിളിച്ചു വരുത്തി. സത്രാജിത്തിനെ സഭയിൽ വിളിച്ചു വരുത്തിയിട്ട്, സുധർമ്മ എന്ന് പറയുന്ന ഭഗവാന്റെ സഭയുണ്ട്, ഇന്ദ്രൻ കൊടുത്തത്, അത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ഹൗസാണ്. ആ പാർലമെൻറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഈ രത്നത്തിനെ കൊടുത്ത്, ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. സത്രാജിത്ത് നാണം കെട്ട് ആ മണിയും വാങ്ങി വീട്ടിൽ പോയി. ഇത്രയും വലിയ ഒരു അപരാധം താൻ ഭഗവാനോട് ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധം മനസ്സിൽ കിടന്നാക്കി. അന്ന് രാത്രി മുഴുവൻ കിടന്ന് ആലോചിച്ച് പിറ്റേന്ന് രാവിലെ ഭഗവാനെ പോയിട്ട് ക്ഷണിച്ചു വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് മകള് സത്യഭാമയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് മൂന്നാമത്തെ പത്നി ഉണ്ടാവുന്നത്. ആ സത്യഭാമയെ ശരിക്കും പല രാജാക്കന്മാരും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതാണ്. അത് കൊടുക്കാണ്ട്, അവർക്കൊന്നും കൊടുക്കാണ്ട് ഭഗവാന് സമർപ്പിക്കുകയത്. അതായത് ഏതൊരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ സത്യവ്യവഹാരം എന്ന് പറയും. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളെ ഒരാളുടെ റൈറ്റ്ഫുൾ ഓണർ ആരാണോ ആ ആൾക്ക് കൊടുക്കുക. ഭഗവാൻ അത് ചെയ്തതിൻ്റെ ഫലമായിട്ട് സത്യസ്വരൂപമായിട്ടുള്ള ബ്രഹ്മസംബന്ധത്തെ കിട്ടി എന്ന് കാണിക്കാനായിട്ട് സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുത്ത കഥ അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ സത്രാജിത്ത് ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പാണ്ഡവന്മാരെയൊക്കെ കാണാൻ വേണ്ടി പോയിരുന്ന സമയത്ത് ഇവിടെ സത്രാജിത്തിനെ കൊന്നിട്ട് ശതധന്വാവ് എന്ന് പറയുന്ന യാദവൻ ഈ സെമന്ത കടിച്ചുകൊണ്ട് പോയി. അതിന് കൂട്ടുനിന്നത് കൃതവർമാവും അക്രൂരനുമാണ്. അതാണ് കഷ്ടം. ശതധന്വാവ് ഉറപ്പാണ് താൻ പെടുന്നുള്ള അവസ്ഥയിൽ. അക്രൂരനും കൃതവർമാവും പേടിച്ച്, പ്രത്യേകിച്ച് അക്രൂരൻ കാശിയിലേക്ക് ഓടിപ്പോയി. ശതധന്വാവിനെ ഭഗവാൻ പിടിച്ച് ഭഗവാൻ കൊന്നു. പക്ഷേ അവൻ്റെ നിന്ന് രത്നം കിട്ടിയില്ല. അക്രൂരൻ കുറ്റബോധം കാരണം ഈ രത്നം കൊണ്ടുവന്ന് ഭഗവാന്റെ കാൽക്കിൽ വെച്ച് നമസ്കരിച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. ഭഗവാൻ ആ രത്നം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇത് ആരുടെ കയ്യിൽ ഇരുന്നാലും കുഴപ്പമാണ്.
അക്രൂരൻ എന്തൊക്കെ പറഞ്ഞാലും ജ്ഞാനത്തിൻ്റെ സ്വരൂപനാണ്. അയാളുടെ കയ്യിൽ തേജസ് ഇരുന്നാൽ കുഴപ്പമില്ല, അതല്ലാതെ ആരുടെ കയ്യിലിരുന്നാലും അത് കുഴപ്പമുണ്ടാക്കുന്നതുകൊണ്ട് അക്രൂരൻ തന്നെ ആ രത്നത്തെ കൊടുക്കുന്നതോട് കൂടിയിട്ട് ശമന്തകത്തിൻ്റെ കഥ അവസാനിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെക്കുറിച്ചുള്ള കഥയാണ്. ഭഗവാൻ ലക്ഷ്മണയും കാളിന്തിയും മിത്രവിന്തിയും ഒക്കെ കല്യാണം കഴിച്ച 8 പട്ടമഹിഷിമാരെ കല്യാണം കഴിച്ച കഥ പറയണു. അതൊക്കെ ശരിക്ക് ഓരോ ഗുണങ്ങളെക്കുറിച്ച് കുറിക്കുകയാണ് ചെയ്യുന്നത്. 16,000 സ്ത്രീകളെ പിന്നീട് കല്യാണം കഴിക്കുന്നത്, 16,000 വേദമന്ത്രങ്ങൾ, ഗൃഹസ്ഥന്മാർക്ക് വേദത്തിൽ പറഞ്ഞിട്ടുള്ള 16,000 മന്ത്രങ്ങളാണ്. അങ്ങനെയൊക്കെ അനവധി എന്താ പറയുക കഥ വരുന്നുണ്ട്. അതിൽ മിത്രവിന്ദയുടെ കഥ രാജസഭക്തന്മാർക്ക് ഭഗവാനുമായിട്ട് എങ്ങനെ ബന്ധം വരാമെന്ന് കാണിക്കുന്നതിൻ്റെ കൂടെ ആയിട്ട് പറയാറുണ്ട്. എന്താണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ഭൗമാസുരൻ്റെ കഥ വരണം. ഭൗമാസുരൻ വെച്ചാൽ ഭൂമിയുടെ പുത്രൻ നരകാസുരൻ. നരകാസുരൻ ഭൗമാസുരൻ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ മകനാണ്. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ ബലാത്കാരേണ പ്രാപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മകനാണെന്നാണ് സങ്കല്പം. ഹിരണ്യാക്ഷൻ്റെ പുത്രനാണ്. അപ്പോൾ ഭൂമിയുടെ അനുമതിയില്ലാതെ ഭഗവാൻ വധിക്കില്ല. മറ്റൊരു കഥ പറയണത് വരാഹത്തിന് തന്നെ ഭൂമിദേവിയിൽ ഉണ്ടായ പുത്രനാണ് ഭൗമാസുരൻ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര സത്യഭാമയും കൂട്ടിയിട്ട് നരകാസുരനെ കൊല്ലാൻ പോയത്. ആ യാത്രയിൽ സത്യഭാമ യുദ്ധം ചെയ്യുന്നതും കൂടിയുണ്ട്. ഗരുഡൻ്റെ പുറത്ത് കയറി നരകാസുരൻ്റെ രാജധാനിയായിട്ടുള്ള പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രാഗ്ജ്യോതിഷത്തിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ അതിനെ ഈസ്റ്റേൺ സ്റ്റാർ എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. കിഴക്കിൻ്റെ നക്ഷത്രം. ഇന്നത്തെ ആസാമാണത്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ആസാമിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് പോയിട്ടാണ് ബോംബെയിൽ വാർക്രാഫ്റ്റ് എടുത്തിട്ട് പോകണം. മറ്റ് സൈന്യങ്ങളൊന്നും ഭഗവാൻ കൂട്ടുന്നില്ല. അതെങ്ങനെ അറിയണമെന്ന് വെച്ചാൽ ഈ ഭൗമൻ അനവധി കന്യകമാരെ അവിടെ തടവിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അവരെല്ലാം മോചിപ്പിക്കേണ്ട രാജകന്യകമാരാണ് അവരൊക്കെ. അവരെയൊക്കെ മോചിപ്പിക്കണതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഭഗവാൻ സത്യഭാമയും കൂട്ടി ഗരുഡൻ്റെ പുറത്തേറിയിട്ട് പോകുന്നത്. അവിടെ മുരനുമായിട്ട് യുദ്ധമാണ് ഏറ്റവും പ്രധാനം. മുരൻ വെച്ചാൽ നമ്മൾ തമിഴിലൊക്കെ പറയും മുരട്ടുത്തനം എന്ന് പറയും. അതന്നെ മുരൻ. ഭഗവാൻ അഹങ്കാരം നശിപ്പിക്കണം. മുരഹരനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ. ഭഗവാൻ മുരഹരനാണ്. മഹാദേവൻ പുരഹരനാണ്. പുരം വെച്ചാൽ ശരീരത്തിന് ഇല്ലാണ്ടാക്കി കളയണം. അതുകൊണ്ട് പുരഹര മുരഹര എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി മാറി സ്തുതിക്കും ഇവരെ. ഈ എന്താ പറയുക, മുരാസുരനെ വധിച്ച് ഭഗവാൻ നരകാസുരനുമായിട്ടും അത്യുഗ്രമായിട്ടുള്ള യുദ്ധം നടക്കും. അപ്പോൾ ഭൗമാസുരൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഭൂമി തത്വം കൊണ്ട് ശരീരത്തിനാണ്. നരകാസുരൻ ശരീരബോധത്തിനെ കുറിക്കുന്നവനാണ്. ആ ശരീരബോധം പിടിച്ചു വയ്ക്കുന്നത് ബ്രഹ്മത്തിലേക്ക് തിരിച്ചു വിടേണ്ട വൃത്തികളുണ്ട്, മനസ്സിൻ്റെ ആക്ടിവിറ്റികൾ. ഞാൻ നേരത്തെ ത്രിവക്കറുടെ കഥ പറഞ്ഞു മനസ്സിൻ്റെ ഓരോ വൃത്തിയും കംസനിലേക്കല്ല പോകേണ്ടത്, അവളുണ്ടാക്കണ കുറിക്കൂട്ടുകൾ ഭഗവാനിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അതേമാതിരി ആയിരക്കണക്കിന് മനസ്സിൻ്റെ ആക്ടിവിറ്റികളുണ്ട്. അതിനൊരു എണ്ണം കൊടുത്തിരിക്കണമെന്ന് മാത്രം. 16,000-ഓളം സ്ത്രീകളെ അവിടെ പിടിച്ചിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നാഥനായിട്ട് ഭഗവാനെ ലഭിക്കുകയാണ് നരകാസുരം മരിക്കണോട് കൂടിയിട്ട്. അവരെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചു, ഇയാളെ എൻ്റെ പതിയായി കിട്ടണേ, ഇയാളെ എൻ്റെ പതിയായി കിട്ടണേ, ഈ ഭഗവാനെ പതിയായി കിട്ടാൻ പ്രാർത്ഥിച്ചു എന്നാണ്. ആ പ്രാർത്ഥനയൊക്കെ തന്നെ എന്താ വെച്ചാൽ എനിക്ക് ബ്രഹ്മനിഷ്ഠ ഉണ്ടാവണേ എന്നുള്ള ഓരോ ആക്ടിവിറ്റിയും. എങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും ബ്രഹ്മനിഷ്ഠ ഉണ്ടാവുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീച്ച് രാത്രി കിടക്കണ വരെയുള്ള എല്ലാ പ്രവർത്തികളും ഭഗവാന് സമർപ്പിച്ച് പോയാൽ ഓട്ടോമാറ്റിക്കലി ആ പ്രവർത്തികൾക്ക് ശുദ്ധി വരും. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇതിപ്പോൾ ചിലർ പറയും ഇത് കേട്ടാൽ ഈ തലയുടെ മുകളിൽ കൂടെ പോകുന്നത്. തലയുടെ മുകളിൽ കൂടെ പോകാനുള്ള ഒന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള കുറുക്ക് ചോദ്യങ്ങളും തമോ ഗുണമാകണ ഉറക്കവും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. അത് കൃത്യമായിട്ട് വന്നിരിക്കും. പഴയ കാലത്ത് ഭാഗവതം സപ്താഹങ്ങൾ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ലഘുഭക്ഷണം കൊടുക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം അറിയാമല്ലോ. കാരണം അന്ന് ആൾക്കാർക്ക് തത്വം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ പ്രാഗ്ജ്യോതിഷത്തുനിന്ന് ഭഗവാൻ കൊണ്ടുവന്ന 16,000 കന്യകമാരി ഒരേ മുഹൂർത്തത്തിൽ ഇത്രയും രൂപങ്ങൾ എടുത്തിട്ട് ഒരേ സമയം വിവാഹം കഴിച്ചു. സാധാരണ ഗൃഹസ്ഥന്മാരെ പോലെ ഭഗവാൻ ജീവിതം നയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇത്രയും വീണ്ടും നോക്കൂ, ഒരു ജീവബ്രഹ്മ ഐക്യം വന്നതിന് ശേഷം പിന്നെയും ഉണ്ടായ പ്രശ്നങ്ങളെയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇത് എത്ര കഷ്ടമായ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്നാൽ അത്രയൊന്നും കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ജനിക്കാം, കുഴപ്പമൊന്നുമില്ല, ദാറ്റ്സ് അപ് ടു യു. പക്ഷേ ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്. പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബ്രഹ്മസംബന്ധത്തിനെ ദൃഢമാക്കുക? ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്ത് കിടക്കും? അതങ്ങനെ വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ സപ്രപഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേവി ഇങ്ങനെ വീശിക്കൊടുക്കുന്നു. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു. ഭഗവാൻ എത്ര 20 വയസ്സിലോ 21 വയസ്സിലോ ആണ് രുക്മിണിയെ കല്യാണം കഴിക്കുന്നത്. 28 കൊല്ലമൊക്കെ കഴിയുമ്പോൾ പ്രദ്യുമ്നം വരണേ തന്നെ. അപ്പോൾ തന്നെ ഭഗവാന് 40-49 വയസ്സുണ്ടാവും. അതും കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാന് 10-55 വയസ്സൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ ശരിക്കും എന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുകയാണ്. പാവം, നിൻ്റെ കഷ്ടം ആലോചിച്ചാൽ എനിക്ക് സങ്കടമാണ്. നിനക്ക് എത്രയോ നല്ല രാജാക്കന്മാരെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു. ആ ശിശുപാലനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് നിന്നെ എങ്ങനെ കൊണ്ടു നടന്നേനെ? ഇത് എന്നെ പോലൊരു പേടിത്തൊണ്ടൻ ഈ കടലിൻ്റെ നടുക്ക് വന്നിട്ടിരിക്കുന്നു, നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മയൊന്ന് കാണാൻ പോകാൻ പോലും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി നോവിക്കുന്ന പോലെ ചില വർത്തമാനങ്ങളൊക്കെ പറയും. ഇതൊക്കെ ഞാൻ വളരെ ഗ്രാമ്യമായിട്ട് പറയുകയാണ്. ഇത് ഗർഹിച്ചിത് അധ്യായം എന്ന് പറയും. ഇതാണ് പൂന്താനം വായിച്ചിരുന്നത്. ഇത് മുഴുവൻ ബ്രഹ്മസംബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് പറഞ്ഞാണ്. അതായത് ഭഗവാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഈ ജീവൻ എന്നോട് എത്രമാത്രം പ്രതിപത്തിയുണ്ട്, ഇതെൻ്റെ അത് എന്തെങ്കിലും വീണ് കിട്ടിയാൽ മതി മൂപ്പർക്ക്. ആ വീണ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാൻ പരീക്ഷിക്കും ഈ മാർഗത്തിൽ മാത്രം. അല്ലാണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഭഗവാന്റെ പരീക്ഷണമാണെന്ന് അറിയാതെ പോലും ചിന്തിക്കുക പോലും വരുത്. കാരണം അതിനൊരു കർമ്മദോഷമുണ്ട്. അത് നമ്മുടെ കയ്യിലിരിപ്പോണ്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ആധ്യാത്മിക മാർഗത്തിൽ സർവസംഘം പരിത്യാഗിയായിട്ട് നമ്മൾ ഇറങ്ങി നമ്മളതിലേക്ക് സമർപ്പിച്ച് പോകുമ്പോൾ പരീക്ഷണങ്ങളുണ്ടായ അത് ഭഗവാൻ ചെയ്യണ തന്നെ. ഇവിടെ രുക്മിണി വരച്ചു നോക്കുക. മൂപ്പര് വർഷത്ര കഴിഞ്ഞിട്ടും ഒന്ന് വരച്ചു നോക്കും. അങ്ങനെ അവനവനെ താഴ്ത്തി പറയും, വളരെ മോശമായിട്ട് പറയും, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, നീയല്ലാണ്ട് എന്നെ കല്യാണം കഴിക്കുമോ, ഇതൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് പറയണത്. ഇപ്പോൾ രുക്മിണിയുടെ മുഖം കാണുന്നില്ല. രുക്മിണി വീശിക്കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ മൂപ്പരിങ്ങനെ ഉത്തരത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, എന്താ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പരിങ്ങനെ കിടന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്നാ വിങ്ങി പൊട്ടിപ്പ കരയുന്നു. വീശിക്കൊണ്ട് നിൽക്കണം, വീശലിന് കുറവ് വരുത്തരുത് പറഞ്ഞിട്ട് നിൽക്കണം. ഇപ്പോഴൊക്കെയാണ് അത് വെച്ച് അടിച്ചിട്ടുണ്ടോ, അത് അടിക്കാതെ വീശിക്കൊണ്ട് തന്നെ നിന്നുകൊണ്ട് അങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. ഭഗവാൻ ആ നോക്കിയ നിമിഷത്തിൽ ദേവി മോഹാലസ്യപ്പെട്ട് അങ്ങനെ വീഴുന്നു. ഭഗവാൻ ചാടി എണീച്ചിട്ട് തല കട്ടിലിൻ്റെ വക്കിൽ തട്ടണതിന് മുമ്പ് അങ്ങോട്ട് പിടിച്ച് കിടത്തി വീശിടും. ഞാൻ കളിവാക്ക് പറഞ്ഞതല്ലേ. അതിന് ആ ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം യഥാർത്ഥ ബ്രഹ്മജ്ഞാനി എങ്ങനെയായിരിക്കണം എന്ന് രുക്മിണി ദേവി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സ്ഥിതപ്രജ്ഞൻ്റെ ദശ എന്താണ് സ്ഥിതപ്രജ്ഞൻ? പ്രജ്ഞ ബ്രഹ്മത്തിൽ സ്ഥിതമായവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു രുക്മിണി ദേവി കാണും. ദേവി പറയും, ശരിയാണ്, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ കാഴ്ചപ്പാട് കൂടെ അതിനെ പറയും. അതൊന്നും നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു സ്ഥിതപ്രജ്ഞൻ സംസാരിക്കേണ്ടതെന്ന് പറയും. കർഹിത അധ്യായം സെപ്പറേറ്റായിട്ട് ഒരു 2.5-3 മണിക്കൂറിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അത് മുതുപറ ഞാൻ ചെയ്ത സത്രത്തിൻ്റെ അതിൽ വരുന്ന ഭാഗമാണ്. സാധാരണ സാമ്പ്രദായികമായിട്ട് നമ്മൾ സ്ഥിരം മറ്റ് സമ്പ്രദായം, ഇപ്പോൾ മള്ളിയൂർ സമ്പ്രദായത്തിൽ ഇന്നാണ് കർഹിത അധ്യായം ഉച്ചയ്ക്കാണ് വന്നത്. പക്ഷേ സാമ്പ്രദായികമായിട്ട് രുക്മിണി സ്വയംവരം വൈകുന്നേരത്താണ് വരിക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് കർഹിത അധ്യായം വരിക. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അങ്ങനെ വെക്കുന്നതിന് കാരണങ്ങളുണ്ട്, ഇങ്ങനെ വെക്കുന്നതിനും കാരണങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ദേവിയുടെ ആ ഒരു വാചകങ്ങളൊക്കെ കേട്ട് ഭഗവാന് ദേവിയെ നമസ്കരിക്കാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ഇത്ര അറിഞ്ഞ ഒരാളെ ഭഗവാൻ വേറെ കണ്ടിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ അഹങ്കാരം കാണിക്കുന്ന സത്യഭാമ ഭഗവാനെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കാൻ നോക്കിയപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വെറും ഒരു തുളസിയുടെ ഇല വെച്ചത് രുക്മിണിയാണ്. രുക്മിണിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഭാഗവതത്തിലൊക്കെ പറയാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഇവർക്ക് കല്യാണം കഴിഞ്ഞിന്ന് രാത്രി ഇവരൊന്നിച്ച് താമസിക്കാൻ പോലും യോഗം ഉണ്ടായിട്ടില്ല. ദേവി കിടപ്പറയിൽ ഒറ്റയ്ക്കായി പോവാണ്. ഭഗവാന് പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരണം അന്നത്തെ രാത്രി തന്നെ. ഇത്രയും ഭഗവാന്റെ കൂടെ ഇരുന്നിട്ടും ഏറ്റവും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള രുക്മിണിയാണ്. അനവധി ഘട്ടങ്ങൾ, അത്രയും സാക്രിഫൈസുകളാണ്. കാരണം ഈശ്വരനോട് ചേർന്നാൽ ഒരു ബ്രഹ്മജ്ഞാനിക്ക് ഇതൊക്കെ അനുഭവത്തിൽ വരും. അതങ്ങനെയാണ്.
വെറുതെയാണ് കുന്തി ചോദിച്ച് വിപദസന്തുന സർവാന്ന് പറഞ്ഞിട്ട് ഇനിയും ദുഃഖം എന്നാലേ എനിക്ക് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ നിന്നോടെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെ രുക്മിണീദേവിയുടെ ആ എന്താ പറയുക സംവാദം 60-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിൽ. അത് കഴിഞ്ഞാൽ അനിരുദ്ധൻ്റെ ജനനത്തെ പറ്റി പറയണു. പ്രദ്യുമ്നന് ഈ ദേവിയിൽ ഉണ്ടായ പുത്രനാണ് അനിരുദ്ധൻ തുരീയാവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. മാത്രമല്ല ആ അനിരുദ്ധനെ ഇതിൻ്റെ ഇടയിൽ വേറെയും 1-2 സംഭവങ്ങളൊക്കെ വരും. ആ അനിരുദ്ധൻ്റെ കഥ പ്രോഗ്രസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അനിരുദ്ധൻ ഓൾറെഡി ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. രുക്മിണിയുടെ പുത്രിയെ കല്യാണം കഴിക്കുന്നുണ്ട്. രുക്മയെ കല്യാണം കഴിക്കുന്നുണ്ട്. ആ രുക്മയുടെ വിവാഹത്തിൻ്റെ സമയത്ത് കൃഷ്ണനെ കണ്ണിന് നേരെ കണ്ടുകൂടാ അളിയന്. ഇപ്പോഴും രുക്മിക്ക് ഇഷ്ടമല്ല, പക്ഷെ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് അനിയത്ര പേരക്കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും തൻ്റെ മകളെ. അന്ന് അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രി ചൂത് കളിക്കുക. ബലരാമനും രുക്മിയാണ് ചൂത് കളിക്കുന്നത്. 1,00,000 സ്വർണ്ണ നാണയം പണയം വെച്ചിട്ടാണ് പന്തയം. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമൻ അങ്ങനെ നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ജ്ഞാനത്തിന് മറ്റ് വിദ്യകളൊന്നും അധികം അറിയില്ല. അദ്ദേഹത്തിന് വെട്ടിക്കളയാനേ അറിയുള്ളൂ. ജ്ഞാനം കൊണ്ട് എന്തും വെട്ടണം. മൂപ്പർക്കൊക്കെ കൊല്ലല. എല്ലാറ്റിനും സദാ മദ്യത്തിലാണ്. മദ്യച്ചാൽ നമ്മൾ കരുതുന്നതല്ല, ബ്രഹ്മാനന്ദമാണ് ജ്ഞാനമുള്ളവൻ്റെ അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം ലഹരിയിലായിരിക്കും. ആ ആനന്ദ ലഹരിയിൽ നടക്കുന്ന ആളാണ് അദ്ദേഹം. എന്തോ അബദ്ധത്തിന് ജയിച്ചു. അദ്ദേഹം ആ കളിയിൽ ജയിച്ചു. സത്യമായിട്ട് അദ്ദേഹം തന്നെ ജയിച്ചു. പക്ഷെ രുക്മി പറഞ്ഞു ഞാനാ ജയിച്ചതെന്ന്. 1ഉം 2ഉം പറഞ്ഞ വാക്കേറ്റായി. മൂപ്പര് നോക്കിയപ്പോൾ കലപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. എടുത്ത് തലയ്ക്കൊന്ന് കൊടുത്തു. തല ചിങ്ങിപ്പോയി. രുക്മി സ്പോട്ടിൽ മരിച്ചു. പെൺകുട്ടിയുടെ അച്ഛൻ കല്യാണത്തിന് അന്ന് രാത്രി മരിച്ചു. ആൺകുട്ടിയുടെ വലിയ വലിയച്ഛൻ്റെ കൈകൊണ്ട് കഥ കഴിഞ്ഞു. ഇങ്ങനെ രുക്മിയുടെ വധം ഈ അനിരുദ്ധൻ്റെ വിവാഹകാലത്താണ് സംഭവിക്കുന്നത്. അതിന് ശേഷമാണ് ബാണൻ്റെ പുത്രിയായിട്ടുള്ള ഉഷ ഒരു സ്വപ്നം കാണുന്നത്. ഒരു അതിസുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ ഇവിടെ സ്വപ്നം കാണുന്നു. അവരുടെ ബാണൻ്റെ മന്ത്രിയുടെ മകൾ ചിത്രലേഖ ഉഷയുടെ സുഹൃത്താണ്. അവൾ മായാവിദ്യയുള്ള ആളാണ്. നന്നായി ചിത്രവും വരയ്ക്കും. അവൾ ചിത്രം വരച്ച് ഓരോ രാജാക്കന്മാരുടെ മുഖം കാണിച്ചു കൊടുക്കും. ഇവനെയാണോ കണ്ട്. ഇന്നാണ് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ നോക്കിയാൽ മതിയായിരുന്നു. അന്നത് പറ്റില്ല. അപ്പോൾ ഇരുന്ന് വരയ്ക്കണം. വരച്ച് കാണിച്ചു കൊടുക്കും. കൃഷ്ണനെത്തിയപ്പോൾ കൃഷ്ണനെ വരച്ചു. ഏകദേശം ഇതുപോലെയാണ്. ഛായ ഉണ്ട് പറഞ്ഞു. പ്രദ്യുമ്നെ വരച്ച് പറഞ്ഞു ഓൾമോസ്റ്റ് ഇതാണെന്ന് പറഞ്ഞു. അവസാനം അനിരുദ്ധനെ വരച്ച് കാണിച്ചപ്പോൾ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അവൾ അന്ന് രാത്രി അനിരുദ്ധനെ കട്ടിലോട് കൂടിയിട്ട് പൊക്കിയിട്ട് ഇവിടെ കൊണ്ട് ഇത് ബാണൻ കണ്ടുപിടിച്ച് തടവിലാക്കും. അങ്ങനെ അനിരുദ്ധൻ എവിടെ പോയി എന്നറിയില്ല. അതും അറിയില്ല. ഭഗവാൻ എല്ലാം അറിയെങ്കിലും ഈ സാക്ഷി വരണമല്ലോ പറയാൻ. മൂപ്പരായിട്ടൊന്നും പറയില്ല. ആ മൂപ്പര് മിണ്ടാണ്ടില്ല. അങ്ങനെ നാരദൻ വന്നിട്ട് പറയും അനിരുദ്ധനെ അവിടെ ഉഷയുടെ പാലസിൽ ബെഡ്റൂം പൂട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് ഭഗവാൻ ഇവിടുന്ന് സർവ്വസന്നാഹങ്ങളോടും കൂടിയിട്ട് നർമ്മദയുടെ തീരത്തേക്ക് സഞ്ചരിക്കണത്. ആ സൈന്യത്തിനെ കൊണ്ട്. ചില ചരിത്രകാരന്മാർ പറയണത് നേപ്പാളിൻ്റെ അടുത്തായിരുന്നു ബാണൻ്റെ രാജധാനി എന്നാണ്. ഈ ബാണൻ 1000 കൈകളുള്ള ആളാണ്. അദ്ദേഹം ദിവസവും ഈ 1000 കൈ കൊണ്ട് 1000 ശിവലിംഗം ഉണ്ടാക്കും. ഒരു തവണയെ പൂജിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ നദിയിലെറിയും, നർമ്മദയിലെറിയും. ആ ലിംഗങ്ങളാണ് നമ്മൾ ഇന്ന് ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന നർമ്മദലിംഗം എന്ന് പറയുന്നത്. ശിവലിംഗങ്ങളൊക്കെ ബാണൻ ഒരിക്കൽ പൂജിച്ച് കളഞ്ഞതാണ് എന്നാണ് സങ്കല്പം. ഇപ്പോൾ കൽപ്പാത്തിയിലൊക്കെ 2 ബാണലിംഗ ഇരിക്കുന്നു, പ്രധാന ലിംഗം അല്ലാത്തതും. അങ്ങനെ ആ ബാണനുമായിട്ട് ഭഗവാൻ യുദ്ധം തുടങ്ങും. ബാണനൊരു വരമുണ്ട് മഹാദേവൻ്റെ അടുത്ത്. വലിയ ഭക്തനായതുകൊണ്ട് മഹാദേവൻ്റെ വരം കൊടുത്തിരിക്കണം. എന്താ വെച്ചാൽ ബാണനൊരു ആപത്ത് വരുമ്പോൾ ഭഗവാൻ സ്വയം ഇറങ്ങി യുദ്ധം ചെയ്യുന്ന. കൃഷ്ണനുമായിട്ടുള്ള യുദ്ധം കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായപ്പോൾ ബാണൻ ശിവനെ സ്മരിച്ചു. ശിവൻ അബദ്ധത്തിലായി. ഭഗവാൻ വരേണ്ടി വന്നു. ബാണൻ പറഞ്ഞു എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ യുദ്ധം ചെയ്തു. അങ്ങനെ ആജ്ഞാപിച്ചു. ഭക്തൻ ഒരിക്കലും ഭഗവാനോട് ആജ്ഞാപിക്കരുത്. അതിൻ്റെ ദോഷങ്ങൾ വളരെ വലുതാണ്. പണ്ട് ചാത്തനെ ഉപാസിക്കുന്ന ഒരു നമ്പൂരിയെ കാണാൻ ഗണപതിയുടെ ഉപാസനയുള്ളൊരു നമ്പൂരി പോയി. അപ്പോൾ ഗണപതിയുടെ ഉപാസകന് എത്ര ശക്തി ഉണ്ടെന്നറിയാൻ ചാത്തനെ ഉപാസിക്കുന്ന നമ്പൂരി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ നമ്പൂരിയുടെ ബോട്ട് വള്ളം തുഴഞ്ഞാൽ വന്നത് ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ്. അതിനെടുത്തിട്ട് തെങ്ങിൻ്റെ വണ്ടറ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ചാത്തന്മാരോട്. നമ്പൂരി ഇവിടുത്തെ ഊടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോണ്ട് ബോട്ട് നോക്കുമ്പോൾ കടവ് കാണാനില്ല.
അപ്പോൾ ഈ കൂടെ യാത്ര അയക്കാൻ മറ്റേ നമ്പൂരി വന്നിട്ടുണ്ട്. അയാൾ പറയാം, അതാ അവിടെ ഇരിക്കുന്നുണ്ട്, മൂപ്പരനാണ് അവിടെ വെപ്പിച്ചത്, അപ്പോൾ വേണമെങ്കിൽ ഇറക്കൻ. അപ്പോൾ ആ ഉപാസനയുടെ ശക്തി കാണാമല്ലോ. ഇദ്ദേഹത്തിന് വലിയ മാനക്കേടായി. ഇത് ഉടനെ ഗണപതിയെ സ്മരിച്ചിട്ട് പറഞ്ഞു, ആ ബോട്ടൊന്നിറക്ക് താഴ്ക്കുന്നു. ഭഗവാൻ തുമ്പിക്കൈകൊണ്ട് എടുത്ത് വെച്ചു കൊടുത്തു. ബോട്ടിൽ കയറി കുറച്ച് പേര് ചെന്നപ്പോൾ മൂപ്പര് ചെവിയിൽ വന്ന് പറഞ്ഞു, എനിക്ക് ഇത് ചെയ്തുകൊണ്ട് വിഷമമൊന്നുമില്ല, പക്ഷെ എന്നെക്കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിക്കരുത്, അതുകൊണ്ട് ഇനി എന്നെ കാണാൻ പറ്റില്ല കേട്ടോ. ഭഗവാനോട് നമ്മൾ എന്തും, ഭഗവാനെ വേലക്കാരനാക്കുന്നത് മാന്ത്രികൻ്റെ പരിപാടിയാണ്, ഭക്തൻ്റെ പരിപാടിയല്ല. ബാണൻ അത് ചെയ്തു. ഭക്തൻ്റെ വേഷം രാവണൻ പോലും ചെയ്യാത്തതാണ് ബാണൻ ചെയ്തത്. അപ്പോഴാണ് രാവണൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാവുക. രാവണന് വേണമെങ്കിൽ ശിവനോട് പ്രാർത്ഥിക്കായിരുന്നു, മഹാവിഷ്ണുവിനായിട്ട് യുദ്ധം ചെയ്യാൻ എന്നെ സഹായിക്കാൻ വരൂ, കമാൺ എന്ന് പറഞ്ഞാൽ വരും. ഇനി ശിവൻ വരാണ്ടിരുന്നാലും രാവണൻ വല്ല സ്തോത്രം ഉണ്ടാക്കി ജപിച്ച് വിളിച്ചു വരുത്തും. ആ ശിവതാണ്ഡവമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശിവൻ തന്നെ വരും. പൂജാവസാന സമയേ ദശഭക്ത്ര ഗീതം എന്ന് പറയുക. രാവണൻ്റെ പൂജയും ബാണൻ്റെ പൂജയും കണ്ടാൽ പിന്നെ നമുക്ക് നാണക്കേട് കാരണം പൂജിക്കാൻ തോന്നില്ല. അത്ര ഗംഭീര പൂജയാണെന്ന് ഇവരുടെ. ഞാനൊക്കെ എങ്ങനെ പൂജിക്കുക ഭഗവാനെ തോന്നുന്നത്ര ഇവർ രണ്ടുപേരുടെയും പൂജ കണ്ടു കഴിഞ്ഞാൽ. എന്താണെങ്കിലും ബാണം കൽപ്പിച്ചു, ഭഗവാൻ വന്നു. ഭഗവാൻ കൃഷ്ണനോട് ഏറ്റു. അവരന്യോന്യം വന്ദിച്ചിട്ട് യുദ്ധം തുടങ്ങി. ആർക്കും ജയാപജയങ്ങളില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ വന്ന് അവസാനം രണ്ടുപേരും ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആലിംഗനം ചെയ്തപ്പോൾ ഒരു തേജസ് കണ്ടു എന്നാണ്. ദുർനിരീക്ഷയായിട്ടുള്ളൊരു തേജസ്, പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്ത ബ്രഹ്മതേജസ്. രണ്ടും ഒന്നാണെന്നുള്ളത് കാണിക്കുക. ഭാഗവതത്തിൽ അധികം വിസ്തരിച്ചിട്ടില്ല. പക്ഷേ മാനവേദൻ തമ്പുരാൻ കൃഷ്ണാട്ടത്തിൽ ബാണയുദ്ധത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ശങ്കരനാരായണ സ്തുതി എഴുതിയിട്ടുണ്ട്. മാനവേദന് ശിവനും വിഷ്ണു ഒരേപോലെ ഇത്. മമ്മിയൂരിലെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച അദ്ദേഹമാണ്. മമ്മിയൂർ ശിവക്ഷേത്രമാണല്ലോ, അതിൻ്റെ അപ്പുറത്താ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച അദ്ദേഹമാണ്. തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്നു, മഹാഭക്തനായിരുന്നു. അദ്ദേഹം ആ എഴുതിയിട്ടുള്ള ശങ്കരനാരായണ സ്തുതി വിശേഷമാണ്. കുറേ വർഷം മുമ്പ് ഞാനത് ഗുരുവായൂർ ദേവസ്വം യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. പടിഞ്ഞാറക്കോലത്തെ 2 കൊച്ചു പെൺകുട്ടികൾ അവർ പാടിയതാണ്. അത് ഗുരുവായൂരപ്പൻ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ കാലത്ത് എങ്ങനെയാണ് അത് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാനവിടെ ഷൂട്ട് ചെയ്യണ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയ്ക്ക് ആ മാനേജറുടെ കോണിപ്പടറോട് ഒരു CD എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഈ CDയുടെ പുറത്ത് ശങ്കരനാരായണ സ്തുതി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോയി റൂമിൽ പോയിട്ട് കേട്ടു, ലാപ്ടോപ്പിലിട്ടിട്ട്. പക്ഷെ അത് ഭഗവാന്റെ മുതലാണ്, അതുകൊണ്ട് തിരിച്ചവിടെ കൊണ്ടിട്ടു. കോപ്പി ചെയ്തില്ല. അതിനെ ഞാൻ കോപ്പി ചെയ്തില്ല, അതിനെ ഞാൻ തിരിച്ചവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഇത് സോപാനത്തിലൊക്കെ സമർപ്പിക്കണ പല സാധനങ്ങളുടെ അവസ്ഥ ഇതാണ്. ആരെങ്കിലൊക്കെ എടുത്തിട്ട് പോവും, കുറേ ലേലത്തിൽ പോവും. പിന്നെന്താ വെച്ചാൽ സമർപ്പിക്കണവരെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാന് കൊടുത്തു കഴിഞ്ഞു, പിന്നെ അതിനെന്ത് സംഭവിച്ചു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞ് കോവിഡിൻ്റെ കാലത്ത് ഫസ്റ്റ് ലോക്ക്ഡൗൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കൾ പണ്ട് ഇങ്ങനെ പാടിയ ഒരു ശങ്കരനാരായണ സ്തുതിയുണ്ട്, അത് ഗുരുവായൂരപ്പന് ആ ചാനലിൽ ഇടാൻ പറ്റുമോ ശരത്തേ? അപ്പോൾ അയച്ചു തരുമോ ചേച്ചി? അയച്ചു തന്നപ്പോൾ ഇത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ അതിനും 3 കൊല്ലം മുമ്പ് അത് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ശങ്കരനാരായണ സ്തുതി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ദേവസ്വം ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. സുമേധയും സുമേധാവർമ്മയും കൂടെ പാടിയത്, അവർ കുട്ടികളായിരിക്കും പാടിയതാണ്. അപ്പോൾ അതിലൊരാൾ അമ്മയ്ക്ക് എന്താ പറയുക, അവളുടെ കുട്ടിക്ക് തന്നെ ഇപ്പോൾ 2 വയസ്സോ 3 വയസ്സൊക്കെ. അന്ന് കേൾക്കേണ്ടതാണ് നിങ്ങൾ. ആ ശങ്കരനാരായണ സ്തുതിയിൽ അന്യോന്യം സ്തുതിക്കുകയാണ്. പുരഹര എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ടും, മുരഹര എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഇങ്ങോട്ട് സ്തുതിക്കുകയാണ്. ആ സ്തുതി ബാണയുദ്ധം ശരിക്കും ശത്രുജയത്തിനൊക്കെ വേണ്ടിയാണ് നടത്തണമെങ്കിലും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഐക്യം എന്താണെന്ന് പഠിക്കാൻ ബാണയുദ്ധം കൃഷ്ണാട്ടം കണ്ടാവും. ആ 2 മഹാ തേജസ്സുകളെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം മഹാദേവൻ്റെ ആജ്ഞപ്രകാരം ബാണൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് അനിരുദ്ധനെ, പിന്നെ ബാണൻ സോനസാല ഉഷയെ കല്യാണം കഴിച്ച് അനിരുദ്ധനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഭഗവാനെ ബന്ധുവാക്കി. ഇതാണ് ബാണയുദ്ധം കഥ. അത് കഴിഞ്ഞാൽ, ബാണയുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം യാദവന്മാർ കുട്ടികൾ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ പന്ത് കിണറ്റിപ്പോയി. അവിടെ ഒരു കിണറുണ്ട്. കിണറിൻ്റെ ഉള്ളിൽ എടുക്കാൻ പോയപ്പോൾ പേടിച്ചിട്ട് അയ്യോ പറഞ്ഞ് ചാടി. അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ല, പക്ഷെ ഒരു വലിയൊരു ഓന്ത് പെട്ട് കിടക്കണം. ഇവർ ഓടി വന്ന് ഭഗവാനോട് വന്ന് പറഞ്ഞു. കുട്ടികൾ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യും ഭഗവാന്റെ അടുത്ത്. പട്ടാളക്കാരോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ അടുത്തേക്കാണ് നേരിട്ട് വന്ന് പറയണം. അപ്പോൾ ഭഗവാൻ വന്നിട്ട് കുട്ടികളോട് എവിടെ ഞാൻ നോക്കട്ടെ പറഞ്ഞ് നോക്കിയപ്പോൾ ഈ ഓന്തിനെ കണ്ടു. കൈ നീട്ടി ആ ഓന്തിനെ എടുത്ത് പുറത്തിട്ട് ഭഗവാന്റെ കൈസ്പർശം ഏറ്റപാടെ സുന്ദരനായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള ഒരാളായിട്ട് ഒരു രൂപമായിട്ട് മാറി. ഇപ്പോൾ ഭഗവാൻ ഒന്നും അറിയാത്ത മാതിരി സുദർശൻ്റെ അടുത്ത് പണ്ട് ചോദിച്ച പോലെ പെരുമ്പാമ്പിനെ മോശം നീ ആരാണ് എന്ന് അന്ന് 7 വയസ്സിലോ 8 വയസ്സിലോ ചോദിച്ചില്ലേ, അതേപോലെ ഇപ്പോൾ ഇത്രയും പ്രായമായിട്ട് നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ മൃഗനാണ്.
അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, ഇക്ഷ്വാകു എന്ന് പറയുന്ന മഹാനായിട്ടുള്ള രാജാവ് ഉണ്ടായിരുന്നു. ശ്രീരാമൻ്റെയൊക്കെ പൂർവികനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നൃഗനാണ് ഞാൻ. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദാനശീലന്മാരിൽ എൻ്റെ പേര് അങ്ങ് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിലും അങ്ങേക്ക് അറിയാത്തതല്ലല്ലോ, ഇത് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ അങ്ങ് ചോദിക്കണത് എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഇല്ല നിൻ്റെ വൃത്താന്തം ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോഴാണ് പറയാം, ഞാൻ പണ്ട് ദാനം ചെയ്യുന്ന സമയത്ത് ബ്രാഹ്മണർക്ക് ഞാൻ പശുക്കളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് കൊടുത്ത പശു പക്ഷേ എങ്ങനെയോ വീണ്ടും കൊടുക്കാത്തവരുടെ സ്റ്റോക്കിൽ പെട്ടു. ഈ പശുവിനെ തന്നെ വേറൊരാൾക്കും ദാനം ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഈ രണ്ടാമത് വാങ്ങിയാൽ ഈ പശുവിനെയും കൊണ്ട് പോണ കണ്ടിട്ട് ആദ്യം മേടിച്ചാൽ അതാ എൻ്റെ പശുവാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് കൊടുക്കില്ല എന്ന്. അപ്പം മൃഗം പറഞ്ഞു, രണ്ടാമത് വാങ്ങിയാൽ ഞാൻ വേറെ പശുവിനെ തരാം. ഇല്ലില്ല പറ്റില്ല, എനിക്ക് ഈ പശു വേണം. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങളെങ്കിലും കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് വേറെ പശുവിനെ പറ്റില്ല, ആ പശുവിനെ തന്നെ വേണം. ഇങ്ങനെ ഇത് പരിഹരിക്കപ്പെടാത്തൊരവസ്ഥയിൽ മൃഗൻ എന്താ പറയുക, മരിച്ചതിന് ശേഷം ആ പശുക്കളുടെ പ്രശ്നത്തിൻ്റെ അവസാനമാണ്, എന്നാൽ എനിക്കും വേണ്ട ഇവനും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ അവിടെ കളഞ്ഞു. ഇപ്പോൾ ദാനം നിഷ്ഫലമായി. മരണശേഷം യമൻ്റെ പുരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യമൻ പറഞ്ഞു, ബാക്കിയൊക്കെ നല്ലതാണ്, പക്ഷെ അങ്ങേക്ക് ദാനത്തിലൊരു വലിയ കുറവ് കുറ്റം വന്നിട്ടുണ്ട്, അതിൻ്റേതായിട്ടൊരു ദോഷമുണ്ട്, ദാനം ചെയ്തതിന് വലിയ പുണ്യമുണ്ട്, ഇതിലേതാണ് അങ്ങേക്ക് ആദ്യം അനുഭവിക്കേണ്ടത് എന്നുള്ളൊരു ചോയ്സ് തരാൻ ഞാൻ, കാരണം അങ്ങ് അത്രയും മഹാനാണ്. മോശം ഭാഗം അനുഭവിക്കണോ നല്ല ഭാഗം അനുഭവിക്കണോ? അപ്പോൾ പറഞ്ഞു, നല്ല ഭാഗത്തിനല്ലേ വലിപ്പം കൂടുതൽ, ഞാൻ ആദ്യം മോശം ഭാഗം അനുഭവിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് ഇനി അടുത്ത ജന്മം ഒരു ഓന്താണ്, അത് ഭഗവാൻ തന്നെ അങ്ങേക്ക് മോക്ഷം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വർഷമായിട്ട് ഓന്തായിട്ട് കിടക്കരുത്. ശ്രീരാമൻ്റെ കാലത്തിന് മുമ്പേ ഓന്തായിട്ട് കിടക്കുകയാണ്, അതായത് ആ ചെറിയ തെറ്റിന് അങ്ങനെ ഓന്തായിട്ട് കിടക്കണ ആളെ കൃഷ്ണൻ മോചിപ്പിച്ച നൃഗമോക്ഷം എന്ന് പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള നൃഗമോക്ഷം വായിക്കേണ്ട എന്തിനാ വെച്ചാൽ, നമ്മളിപ്പോൾ ദാനങ്ങളോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്തു എന്നൊരു തോന്നൽ വരും, ഒരു അഹങ്കാരം. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസമൊറ്റല്ലേ ഞാൻ പറഞ്ഞത്, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡൊണേറ്റഡ് ബൈ ഹൈപ്പോത്തിക്കേറ്റഡ് ടു എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ, ഇങ്ങനെ താഴെ അതിൽ ചവിട്ടിയാണ് നടക്കുന്നത്. ഇന്ന അമ്മാടു അമ്മ, കുഞ്ഞമ്മു അമ്മ ആൻഡ് ഫാമിലി, ഇന്നാൾ ബ്രാക്കറ്റ് പൂന, ബ്രാക്കറ്റ് ബോംബെ എന്നൊക്കെ പറഞ്ഞ് കാണും, ദുബായ്. അതായത് ഞാൻ തന്നു എന്നവിടെ 10 പേരെ അറിയിക്കണം, ഞാൻ ജീവിച്ചിരിക്കണ്ടോ ഇല്ലയോ, അതാണ് അതിൻ്റെ രീതി. അപ്പോൾ എന്താ, ഗേറ്റ് തൊട്ട് തുടങ്ങും തന്നവരുടെ പേര് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഭാഗ്യം ശ്രീകോവിൽ വിഗ്രഹത്തിൻ്റെ താഴെ അടിച്ച് വെച്ചിട്ടുണ്ടാവില്ല, ഡൊണേറ്റഡ് ബൈ, അതും കൂടെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം ആയി അതിലൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാ ടൈം പറഞ്ഞത് അങ്ങനെയുള്ള അമ്പലങ്ങളുണ്ട്. അപ്പോൾ കർത്തൃത്വബോധത്തിനെ നശിപ്പിക്കാനാണ് ദാനം ചെയ്യണത്. ഇവിടെ കർത്തൃത്വബോധം വളർത്തുക എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമാണ്. അപ്പോൾ ഇവിടെ ഈ നൃഗൻ്റെ അവസ്ഥ ഏതായിരുന്നെങ്കിൽ ഈ ബോർഡ് അടിച്ചു വയ്ക്കണ കല്ലിൽ പേരെഴുതി വയ്ക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഏറ്റവും വലിയ ദാനങ്ങളായിട്ടുള്ള അന്നദാനം അല്ലെങ്കിൽ ആരോഗ്യദാനം, മരുന്ന് കൊടുക്കുക, അതുമാതിരി ശിവക്ഷേത്രം പണിയുക. കൺസ്ട്രക്ഷനുകളിലുള്ള ഏറ്റവും വലിയ ദാനം ശിവക്ഷേത്രം പണിയലാണ്. അതിന് കാരണമുണ്ട്. അത് വിഷ്ണു മോശമായിട്ടോ മറ്റ് ദേവതകൾ മോശമായിട്ടോ അല്ല, ശിവൻ ആത്യന്തികമായിട്ടുള്ള റെഫ്യൂജാണ്. ചുടലയിൽ നമ്മൾക്ക് സഹായമാവണത് ശിവൻ്റെ ശക്തി മാത്രമാണ്. നമ്മൾ നമ്മുടെ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ ഡാർലിങ് ഐ ഹാവ് കം ബാക്ക് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോകും. എത്ര അടുത്ത ആളാണെങ്കിലും ശരി. അങ്ങനെ ഗതികെട്ട് നടക്കണ ആർക്കും പ്രിയപ്പെട്ടവർക്ക് പോലും വേണ്ടാത്ത സമയത്ത് നിന്നെ കാത്തിട്ട് ചുടലയിലൊരുത്തൻ ഇരിക്കുന്നു, അവൻ്റെ പേര് മഹാദേവൻ എന്നാണെന്നാണ് പറയുക. അതുകൊണ്ട് ഒരു സ്ഥലത്ത് അലഞ്ഞു നടക്കുന്ന സകല ദുരാത്മാക്കൾക്കും അഭയകേന്ദ്രമായിരിക്കും ശിവക്ഷേത്രം. അതുകൊണ്ട് ശിവക്ഷേത്രങ്ങൾ പെട്ടെന്ന് പാഴടഞ്ഞും പോവുക ശാപം കൊണ്ട്. നന്നായി നറിഷ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ, പോഷകം കൊടുത്തിട്ട് കലശാദികളും പൂജകളും കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഭഗവാൻ എല്ലാ നെഗറ്റീവിനെയും അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ശിവക്ഷേത്രങ്ങൾക്ക് പെട്ടെന്ന് ക്ഷയം സംഭവിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശിവൻ അങ്ങനൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് ശിവക്ഷേത്രങ്ങൾ പണിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ലാത്ര ഗുണം, ഇങ്ങനെ അനാഥമായിട്ട് നടക്കണ എത്രയോ പ്രേതങ്ങൾക്കും പിശാചുക്കൾക്കും ഭൂതങ്ങൾക്കും പോലും അഭയകേന്ദ്രമാണ് ആ സ്ഥലങ്ങൾ എന്നുള്ളത് സുവിദിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ശിവക്ഷേത്രം പണിയുന്നതിന് ഇത്രയ്ക്ക് പ്രാധാന്യം വന്നത്.
അതൊരു ഇടയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നൃഗൻ്റെ അവസ്ഥ, നൃഗൻ്റെ ഈ ഉദ്ധാരം, നൃഗമോക്ഷം വായിക്കുന്നത് നമ്മളുടെ കർത്തൃത്വബോധം, ദാനം ചെയ്താൽ ഉണ്ടാവണ കർത്തൃത്വബോധം. അപ്പോൾ ഇനി അടുത്ത തവണ ഇവിടെ റെസീറ്റ് എഴുതി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നൃഗമോക്ഷം വായിക്കുക. ഇവിടെ എന്തിന് റെസീറ്റ് എഴുതിയാലും അപ്പം പോയിട്ട് നൃഗമോക്ഷം വായിക്കുക വീട്ടിൽ. അത് കഴിഞ്ഞാൽ ബലഭദ്രൻ്റെ ഗോകുലത്തിലേക്കുള്ള എന്താ പറയുക യാത്ര. ഞാൻ പറഞ്ഞു ജ്ഞാനം പോവും വൃന്ദാവനത്തിലേക്ക്, ഭഗവാൻ പോവില്ല. ഉദ്ധവൻ പോവും, ബലരാമനും പോവും. അതിനുശേഷം യമുനയുടെ ഗതി മാറ്റിവിടുന്നത്, ആ കഥ യമുനയുടെ ആകർഷണം വരും. അത് വിസ്തരിക്കുന്നില്ല. പിന്നെ വരുന്നത് പൗണ്ഡ്രകന്മാരുടെയും പൗണ്ഡ്രകൻ്റെയും കാശിരാജാവിൻ്റെയും അതാണ്. പൗണ്ഡ്രകനെ ചുരുക്കുമെന്ന് പറയാം. പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞാൽ പിണ്ഡത്തിൽ അഭിമാനിക്കണവൻ, ഞാൻ ഈ ദേഹമാണ് എന്ന് പറഞ്ഞവൻ പൗണ്ഡ്രകൻ. അതിൽ തന്നെ ആൾദൈവമാകുന്നവെന്നും അർത്ഥമുണ്ട്. കൃഷ്ണൻ്റെ പോലെ ശംഖും ചക്രമൊക്കെ രണ്ട് കൈയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ അച്ചു വാർത്തിട്ടൊക്കെയാണ് മൂപ്പര് ഇരുന്നത്. എന്നിട്ട് കൃഷ്ണന് കത്തെഴുതി, നീ വ്യാജനാണ്, ഞാനാണ് ഒറിജിനൽ, മര്യാദയ്ക്ക് നീ നിൻ്റെ ഈ ചിഹ്നങ്ങളൊക്കെ ഉപേക്ഷിച്ചോ, മയിൽപ്പീലി മാറ്റിക്കോ, ഓടക്കോൾ മാറ്റിക്കോ, ശംഖും ചക്രമൊക്കെ എന്നെ ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞ് കത്തെഴുതിയ ആളാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിൻ്റെ ദേഹാഭിമാനം പെട്ടെന്ന് മാറ്റിയത്, ഞാൻ വന്ന് നിന്നെ തട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്ട്രെയിറ്റ് കത്താം, ഞാൻ വന്ന് നിന്നെ തട്ടാൻ പോകണമെന്ന്. വന്നു, തട്ടി. പൗണ്ഡ്രകനെ അങ്ങോട്ട് കൊന്നു, കാശിരാജാവിനെയും കൊന്നു. കാശിരാജാവിനെയും വധിച്ചതിന് ശേഷം കാശിരാജാവിൻ്റെ മകൻ ഒരു ദുർമന്ത്രവാദം ചെയ്തിട്ട് ഭഗവാന്റെ നേരെ ഒരു ദ്വാരകയുടെ നേർക്ക് ഒരു കൃത്യയെ പറഞ്ഞയക്കും. ആ കൃത്യയെ പറഞ്ഞയച്ചു കഴിഞ്ഞ് ആ കൃത്യ ദ്വാരകയെ ചുടാൻ വരുമ്പോൾ ഭഗവാൻ ഇരുന്ന് ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൂതന്മാർ വന്നിട്ട് പറയുക, ഒരു തീ വരുന്നുണ്ട്, ഒരു ദുഷിച്ച ജന്തു വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി കരുക്കളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലത്തെ ടേബിളിലാണ്, ചെറിയൊരു ടേബിളിൽ, സൈഡ് ടേബിളിലാണ് സുദർശനം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം തൊട്ട് കിട്ടും എന്നെ വീണ്ടും അവിടെ വെച്ചുകൊണ്ടിരുന്നു. ഇതൊരൊറ്റ പോക്കം അങ്ങോട്ട് പോയി. 1000 ആരക്കല്ല് ഈ പല്ലുകളുള്ള ക്ലോക്ക് വൈസായിട്ടും അതേമാതിരി 1000 പല്ലുകൾ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഒരേ സമയം ഈ പുല്ല് വെട്ടണ യന്ത്രന്മാരി ആണ് ഈ സാധനം പോവുക. അങ്ങനെയാണ് സുദർശനത്തിൻ്റെ ആയുധ സ്വഭാവം. അങ്ങനെയാണ്. അതിന് ഇഷ്ടാനുസരണം വലുതാവാനും ചെറുതാവാനും ഒക്കെ സാധിക്കും. സഹസ്രാരത്തിൻ്റെ ലക്ഷണമാണ്. അതങ്ങോട്ട് പോയി കൃത്യ പേടിച്ച് പറന്നു. അവളെ ചേസ് ചെയ്ത് പിടിച്ച് തിരിച്ച് കാശി കയറ്റി കാശി നഗരം മുഴുവൻ കത്തിച്ചു. ആദ്യമേ രാജാവിൻ്റെ തല ഇപ്പോഴത്തെ കാശി രാജാവിൻ്റെ മകൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിട്ടതായിരുന്നു. അപ്പോൾ കാശി നഗരത്തിനെയും ഭഗവാൻ കത്തിച്ചു. ആ സുദർശനം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു, ഇതിങ്ങനെ വെച്ചു. ആ വെക്കൽ കൈ മുറിഞ്ഞു. ആയുധം അങ്ങോട്ട് അടിച്ച് നിന്നതല്ലേ, ആ വന്ന വരവിൽ ഭഗവാന്റെ കൈ മുറിഞ്ഞു. അപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ തുണിയെടുക്കാൻ ഓടിയപ്പോൾ ദ്രൗപദി സ്വന്തം ചേല വലിച്ചു കീറി. ദ്രൗപദി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. താൻ ഉടുത്തിട്ടുള്ള വിലയേറിയ പട്ടുവസ്ത്രമാണെന്നൊന്നും നോക്കാണ്ട് അതിനെ വലിച്ചു കീറി ഭഗവാന്റെ കൈ കെട്ടിക്കൊടുത്തപ്പോൾ ഒരു നോട്ടം നോക്കി. നാളെ ഞാൻ നിനക്കിത് വാരി വസ്ത്രം തരും എന്നാ നോട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്ര ഭഗവാൻ വസ്ത്രം കൊടുത്തത്. ഇതൊക്കെ ഇതിലുള്ളതെന്നും ഒന്നുകൂടെ കടന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്താണെങ്കിലും അതിനുശേഷം ഈ ദ്വിവിധൻ്റെ വധം വരണു. ദ്വിവിധൻ എന്ന് പറഞ്ഞ വാനരൻ്റെ വധം വരണു. അത് കഴിഞ്ഞാൽ സാമ്പൻ്റെ വിവാഹം. സാമ്പനെ കൊണ്ട് ദുര്യോധനൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കും. ദുര്യോധനൻ്റെ മകളെ തട്ടിക്കൊണ്ടുവരിക ചെയ്യുന്നു ശരിക്കും. അതിന് സാമ്പനെ അവിടെ തടഞ്ഞു വയ്ക്കും. ബലരാമൻ ചെന്നിട്ട് നവ്യുവിനെ മോചിപ്പിക്കാൻ നോക്കുമ്പോൾ ബലരാമനെ പോലും മാനിക്കില്ല ദുര്യോധനാദികൾ. പറയാം, ബലരാമൻ ഗുരുവാണ് ദുര്യോധനൻ്റെ ഗതായുദ്ധത്തിൽ. അതിൻ്റെ ദേഷ്യത്തിൽ കലപ്പ കൊണ്ട് വലിച്ച് യമുനയിലേക്ക് അങ്ങോട്ട് ഇറക്കാൻ നോക്കും. ഗംഗേരിക്ക് വലിക്കാൻ നോക്കും. ഇന്നും ഹസ്തിനപുരം എന്ന് പറയുന്ന ഹരിയാനയിലെ പ്രദേശം ഇങ്ങനെ ചെരിഞ്ഞാൽ നിൽക്കണം തെക്കോട്ട്. കാരണം അദ്ദേഹം നഗരത്തിനെ വലിച്ച് വെള്ളത്തിലാക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇവർ വന്ന് കാൽക്കലും മാപ്പ് പറഞ്ഞിട്ടാണ് സാമ്പനെ വിട്ടുകൊടുക്കുന്നത്. ആ കഥയൊക്കെ അവിടെ വരും. അതിനുശേഷം പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഗൃഹചര്യയെ നാരദ മഹർഷി വർണ്ണിക്കണതാണ്. കഴിഞ്ഞ വർഷം ഭാഗവത സത്രത്തിൽ കണ്ണൂർ ഞാൻ ഭഗവാന്റെ ഗൃഹചര്യ വിസ്തരിച്ച് പറഞ്ഞത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് ഈ 16,008 വീട്ടിലും ഗൃഹസ്ഥചര്യ ചെയ്ത് ജീവിച്ചതെന്ന് അതിൽ കാണിക്കണം. അതിനുശേഷം ഭഗവാൻ സുധർമ്മ എന്ന് പറഞ്ഞ സഭയിലിരിക്കുന്ന സമയത്താണ് ജരാസന്ധൻ കാരാഗൃഹത്തിൽ അടച്ച രാജാക്കന്മാരുടെ ദൂതന്മാർ വരുന്നതും. ഉദ്ധവൻ്റെ ഉപദേശപ്രകാരം നമുക്ക് ആദ്യം യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ പങ്കെടുക്കാം, അതുവഴി നമുക്ക് ജരാസന്ധനെ വധിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന അവിടെ നമ്മൾ തൽക്കാലം നിർത്തും. ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം.
നാരായണ സ്വാമി ശരണമയ്യപ്പ.